പ്രവൃത്തിയുടെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശയിലോ തകർച്ചയിലോ പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് നിങ്ങൾ ദൈവത്താൽ സാക്ഷി ആകുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ബ്രദറെ, വോളിയം കുറവാ കേട്ടോ, എല്ലാവർക്കും ഒരുപാട് കുറവാ, നല്ല പോലെ കുറവാ. ആരും വോളിയം കുറവുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ശരിയാക്കി കഴിഞ്ഞിട്ട് മാക്സിമം വെച്ചിരിക്കണം. എല്ലാവർക്കും ഒരേപോലെ വോളിയം കുറവാണോ? എല്ലാരും മെസ്സേജ് അയക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ആണോ? ഇല്ല, കേൾവി കുറവാ കേട്ടോ, ഒരുപാട് കുറവാ. കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണക്ഷന്റെ പ്രശ്നം പോലെ ഉണ്ട്. കാരണം വെച്ചാല് നമ്മൾ ഈ കാറ്റടിക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഈ കടൽ തീരത്ത് കാറ്റടിക്കുന്ന പോലെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പൊ വോളിയം കുറഞ്ഞു പോകുന്നുണ്ട്. പഴയ നമ്മൾ ശ്രീലങ്കൻ റേഡിയോ പോലെ. സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല. ശബ്ദം മാത്രമേ പ്രശ്നമുള്ളൂ. ശബ്ദം മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല. ഒട്ടും സൗണ്ട് ഇല്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ നിങ്ങൾ. ബ്രദർ പറഞ്ഞ കേൾക്കാം. ഇപ്പം പറയുന്ന കേൾക്കാം. ബ്രദർ പറഞ്ഞ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ. ആമേൻ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ സൗണ്ട്? ഇപ്പൊ ക്ലിയർ ആണോ നിങ്ങൾക്ക് സൗണ്ട്? നന്ദി കർത്താവേ, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ, ദൈവാത്മാവ് നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ബലപ്പെട്ട് മുന്നോട്ട് പോകാം. ഇത് കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ സമയമാണ്. നമുക്ക് വേണ്ടി കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യുക തന്നെ ചെയ്യും. വൻ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുക തന്നെ ചെയ്യും. ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുന്നതാണ്. ഈ ദിവസങ്ങളിൽ തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നവർ അനുഗ്രഹ സാക്ഷ്യമായിട്ട് മാറും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പറ്റിയാണ്, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയാണ്, നിങ്ങളുടെ സകല വിഷയത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് കർത്താവ് അത് പറയുന്നത്. അതുകൊണ്ട് നശിക്കുവാനോ തകരുവാനോ ദൈവത്താൽ ഇന്ന് നിങ്ങൾ സാക്ഷ്യമായി തന്നെ തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇത് കർത്താവിൻ്റെ സമയമാണല്ലോ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള സമയമാണല്ലോ. നമുക്ക് ദൈവത്തെ വാഴ്ത്താം, കർത്താവിനെ സ്തുതിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി, ജീവിക്കുന്ന കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് തുടർമാനമായ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഈ ദിവസങ്ങളിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. ദൈവവചനം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്ന് ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. നമുക്ക് പരിചിതമായ വാക്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്ന ചില വചന ഭാഗങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ 13-ാം അധ്യായം, യോഹന്നാൻ ശ്ലീഹായുടെ 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 13-ാം അധ്യായം നമ്മൾ പലപ്പോഴും സുവിശേഷങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മളധികം വില കൊടുക്കാത്ത ചില പ്രധാന കാര്യങ്ങൾ, അതായത് നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. പക്ഷേ എന്നാൽ ഇതിന് വലിയൊരു പോയിന്റ് ഇതിൻ്റെ അകത്തുണ്ട്, വലിയൊരു മർമ്മം ഇതിൻ്റെ അകത്തുണ്ട്. ആ മർമ്മം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലാനുകളെ ഒരു വിശ്വാസി എപ്പോഴും തിരിച്ചറിയുന്നതാകണം. അപ്പൊ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ പ്ലാനുകളെ തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവ ശബ്ദത്തെ എങ്ങനെ തിരിച്ചറിയാം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളെ, ദൈവത്തിന്റെ പ്ലാനുകളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നമുക്ക് അതിലൂടെ ഇന്ന് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്കിന്ന് പോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പരിചിതമായ വാക്യമാണ്. അത്താഴം കഴിഞ്ഞപ്പോൾ പിശാശ് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്തിന്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. യൂദായുടെ ഹൃദയത്തിൽ, യൂദായിനെ പ്രോംപ്റ്റ് ചെയ്യുകയാണ്. യൂദായുടെ ഉള്ളത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കും. അപ്പൊ നോക്കിക്കോണേ, നിങ്ങൾ ആ തൊട്ട് മുകളിലത്തെ ആ വാക്യം വായിക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. പെസഹായുടെ മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവെന്ന നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പൊ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യനായ ഈ ഇസ്കരിയോത്ത് യൂദ, വചനം പറയുന്നു, അത്താഴമായപ്പോൾ, നോക്കിക്കേ, അത്താഴമായപ്പോൾ പിശാശ് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്തിന്റെ ഹൃദയത്തെ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കേണ്ടതിന് അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? ഹൃദയത്തിൽ കാണിച്ചു കൊടുക്കാൻ ഒരു തോന്നൽ കൊടുത്തു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ, ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്ത ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത, രണ്ട് കാര്യമാണ്. ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത. നിങ്ങൾ പലപ്പോഴും വിശ്വാസ ജീവിതത്തിന്റെ അകത്തിരിക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളത്തിൽ ഈവിൾ തോട്ട്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിശാചിന്റെ ചിന്തകൾ, അഥവാ ദുഷിച്ച ചിന്തകൾ, ദുഷ്ടചിന്തകൾ. ഇത് നിങ്ങളുടെ എല്ലാ വിശ്വാസികളുടെയും മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഒരു പരിധിക്കപ്പുറം എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് ലീഗ ആത്മാവിൽ പറയുന്ന ചില ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു, അല്ലേ? നോക്കിക്കേ, ഇവിടെ പറയുന്നു, 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു, ജഡത്തിന്റെ ചിന്ത മരണം. നോക്കിക്കേ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. നോക്കിക്കേ, അപ്പൊ ജഡത്തിനൊരു ചിന്തയുണ്ട്, ആത്മാവിനൊരു ചിന്തയുണ്ട്. അതേപോലെ തന്നെ ബൈബിൾ പറയുന്നു, നമ്മൾ ജഡത്തിലല്ല. നോക്കിക്കേ, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പൊ ഈ ജഡചിന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എന്താണ് ഈ ജഡത്തിന്റെ ചിന്ത? അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ജഡ സ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ഇനി ശ്രദ്ധിച്ചോണേ, അപ്പൊ ഈ വാക്യം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ചിന്ത വന്നില്ലേ, എന്താണ് ഈ ജഡത്തിന്റെ ചിന്ത? ഞാൻ ആദ്യത്തെ വാക്ക് ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ ആദ്യം വായിച്ച യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം വായിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് വരാവേ. ഇവിടെ നോക്കിക്കേ, അത്താഴമായപ്പോൾ പിശാശ് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്തിന്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരു തോന്നൽ കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിച്ചോണേ, യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരു തോന്നല്. അപ്പൊ ഈ തോന്നല് പിശാശ് യൂദയുടെ ഹൃദയത്തിൽ കൊടുത്തപ്പോ എന്താ ഈ തോന്നല്? ഉടനെ ഓടി വന്ന ഉടനെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു തോന്നലല്ല. ഈ ഇദ്ദേഹത്തിന്റെ അകത്തൊരു ദ്രവ്യാഗ്രഹമുണ്ട്. നോക്കിക്കോണേ, നമുക്ക് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പരിമള തൈലം കൊണ്ട് യേശുക്രിസ്തുവിന്റെ കാല് കഴുകി, മുടി കൊണ്ട് കഴുകി തുടച്ചു വൃത്തിയാക്കുന്ന സമയത്ത്, ആ പരിമള തൈലം പകർത്തുന്ന സമയത്ത് അവിടെ ഇരുന്ന യൂദാ പറഞ്ഞോളൂ, ഈ കാശ്, ഇത്രയും കാശ് മുടക്കി പരിമള തൈലമൊക്കെ മേടിക്കുന്ന ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു യൂദായിനെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ഇവന് പാപങ്ങളെക്കുറിച്ചുള്ള, ദരിദ്രനെ കുറിച്ചുള്ള വാഞ്ചയുള്ളതുകൊണ്ടൊന്നുമല്ല, പകരം പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. അപ്പം ഈ ദ്രവ്യാഗ്രഹം ഇച്ചിരി കൂടുതലുള്ള ആളായിരുന്നു. പൈസയോട് അമിതമായിട്ടൊരു, ദൈവത്തെക്കാൾ ഉപരി എന്തിനെ സ്നേഹിച്ചാലും ദ്രവ്യം കേട്ടോ, അത് പൈസ മാത്രമല്ല, പണത്തോടൊരു ആഗ്രഹം, ഒരു എന്താ പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയും, ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് പറഞ്ഞിട്ട് അതിനോട് വരാവേ.
അപ്പൊ ഇയാളുടെ അകത്തൊരു ബലഹീനതയുണ്ട്, അഥവാ ഒരു വീക്ക്നെസ് ഉണ്ട്. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനോഭാവം യൂദയുടെ അകത്തുണ്ട്. അപ്പൊ യൂദയ്ക്കൊരു ടെൻഡൻസി ഉണ്ട്, പണത്തോട് യൂദയ്ക്കൊരു ടെൻഡൻസി ഉണ്ട്. പൈസ ഇദ്ദേഹത്തിന് ഒരു ആകർഷണമാണ്. അപ്പൊ പിശാശ് യൂദയുടെ മകനായ ഇസ്കരിയോത്തിന്റെ ഉള്ളത്തിൽ എന്ത് ചെയ്തു? യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരു ചിന്ത ഇട്ട് കൊടുത്തു. അപ്പൊ എങ്ങനെയാ? എടാ ഇഷ്ടം പോലെ നീ എന്തായാലും കുറച്ചത് യേശുവിനെ കാണിച്ചു കൊടുത്ത എത്ര രൂപയാ യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോ യൂദയെ കിട്ടിയത് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ബൈബിൾ വായിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എത്ര കാശ് കിട്ടി? 30 വെള്ളിക്കാശ് അല്ലെ? 30 വെള്ളിക്കാശിന് വേണ്ടി. അപ്പൊ 30 വെള്ളിക്കാശ് എന്നൊരു തുക ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. കാശിന് ഒത്തിരി ആവശ്യക്കാരനായിരിക്കാം, ചിലപ്പം പൈസയോട് നല്ലപോലെ ആർത്തിയുള്ളൊരു മനുഷ്യനായിരിക്കാം. ഇദ്ദേഹത്തിന്റെ ഉള്ളത്തിൽ ഒരു ചിന്ത കൊണ്ടുവന്നു, നിനക്ക് 30 വെള്ളിക്കാശ് കിട്ടാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരാം, നീ യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ നിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ദൈവികമായ ചിന്തയുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ, ദൈവത്തിന്റെ ചിന്തയുണ്ട്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നൊരു വാക്കുകൊണ്ടോ, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത. അപ്പൊ ജഡത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കുഴപ്പം ബൈബിളിൽ പറയുന്നത്? കാര്യം ബൈബിളിൽ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം. നോക്കിക്കേ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ. അപ്പൊ ജഡത്തിൽ എന്തുണ്ട്? ജഡത്തിൽ ബലഹീനതയുണ്ട്. ജഡത്തിൽ ഒരു ബലഹീനതയുള്ളത് കൊണ്ട് ബൈബിൾ പറയുന്നു ജഡത്താലുള്ള ബലഹീനത. അപ്പൊ നമ്മളെപ്പോഴും, നിങ്ങൾ ഈ കിടന്നുകൊണ്ടൊക്കെ ഈ പ്രാർത്ഥന കാണുന്ന ആൾക്കാർ, ഒന്നെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് ചാടി എണീറ്റ്, സുവിശേഷം പറയുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം വരണ്ടേ, ഒന്ന് ചാടി എണീറ്റ്. ഈ രോഗികളായിട്ടുള്ളവരൊക്കെയാണ് കുഴപ്പമില്ല, കടന്നു. പക്ഷേ ഒന്ന് കേട്ട് നിങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യത്തെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണമേ. അപ്പൊ നമ്മുടെ അകത്തോട്ട് വരുന്ന ജഡീക ചിന്തകൾ, ഈ ചിന്തകൾ നമ്മളെ എങ്ങനെയാണ് കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ ഉദാഹരണം പറയാം. യൂദായുടെ ഹൃദയത്തിൽ ഒരു ചിന്ത കയറി, പിശാച് അവന്റെ ഹൃദയത്തെ കവർന്നെടുത്തു. ഒരു ചിന്ത മനസ്സിൽ വന്നു, യൂദായെ 30 വെള്ളിക്കാശ് കിട്ടും, ഒരു വഴിയുണ്ട്. എന്നാ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ആ യഹൂദന്മാർക്കും പുരോഹിതനും കൊണ്ടുവന്ന യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. വളരെ സിമ്പിളാ. യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നിനക്ക് 30 വെള്ളിക്കാശ് കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ ഈ ചിന്തയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? യൂദായിനെ പ്രശ്നത്തിലേക്ക് കൊണ്ടുള്ള വാക്കുകൊണ്ടോ, യൂദായിനെ ഹൃദയത്തെ അവൻ കവർ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ദൈവവിശ്വാസികളായ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ജഡത്തിന്റെ ചിന്തകൾ അഥവാ ജഡത്തിന്റെ ബലഹീനതകളെ മിസ്യൂസ് ചെയ്ത് പല വിശ്വാസികളുടെ അകത്തോട്ട് എന്ത് ചെയ്യും? ഈ ചിന്തകൾ വരും. നോക്കിക്കേ, ജഡത്തിനുള്ളവർ ജഡീകമായി ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ആമേൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് ചിന്തയാ വരുന്നത്? എപ്പോഴും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ ബ്രദർ, എൻ്റെ അകത്ത് കുറേ ചിന്ത വരുന്നുണ്ട്. ഈ ചിന്ത ദൈവം എന്നോട് സംസാരിക്കുന്നതാണോ, അതോ എൻ്റെ ജഡത്തെ സ്വാധീനിച്ച്, നോക്കിക്കേ, ജഡത്തിന്റെ ബലഹീനതകളെ സ്വാധീനിച്ച് പിശാച് ഇസ്കരിയോത്ത് യൂദായുടെ ഉള്ളത്തിലേക്ക് ഈവിൾ തോട്ട്സുകൾ അയച്ചതുപോലെ, പൗലോസ് പറയുന്നത് പോലെ, ജഡത്തിൽ നിന്ന് വരുന്നതാണോ ഇത് ആത്മാവിൽ നിന്ന് വരുന്നതാണോ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇനി ശ്രദ്ധിച്ചോണം. റോമർക്ക് എഴുതിയ ലേഖനം ഈ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് പൗലോസ് ലീഗ ഏറ്റവും കൂടുതൽ പറയുന്ന ചില ഭാഗങ്ങൾ നോക്കിക്കോണേ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ അവനുള്ള. അപ്പൊ നമ്മുടെ അകത്ത് പരിശുദ്ധ ആത്മാവ് വസിക്കുന്നുണ്ട്. ഇതാണ് ആത്മാവിന്റെ ചിന്ത എന്ന് ബൈബിൾ പറയുന്നത്. ആത്മാവിന്റെ ചിന്ത ജീവനാണ്, സമാധാനമാണ്. ആമേൻ. ഞാൻ പെട്ടെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു വാക്യം എടുക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ പണ്ട് വായിച്ചായിരുന്നു അല്ലേ? ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു. നോക്കിക്കേ, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത് എനിക്കു ഭാവിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ സ്വസ്ഥനായിരുന്നില്ല.
ഞാൻ വിശ്രമിച്ചില്ല, ഞാൻ ആശ്വസിച്ചില്ല, പിന്നെയും അതിവേദന എടുത്തു. ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ നിങ്ങൾ നോക്കിയേ, യോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ വേറെ ആരെയും ആ കാലഘട്ടത്തിൽ അനുഗ്രഹിച്ചായിട്ട് നമ്മൾ പറയുന്നില്ല ബൈബിളിൽ. കാര്യം അത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു. അത് മാത്രമല്ല, അവനുള്ളതിന്റെ സകലത്തിലും ദൈവം എന്ത് ചെയ്തു? വേലി കെട്ടി. പക്ഷെ യോബിന്റെ മനസ്സിന്റെ അകത്തൊരു പേടി. എന്താ പേടി? ഇന്ന് ആ ബൈബിള് വായിക്കുന്നവരിന്ന് വചനം കണ്ടവരെന്ന് പറയാൻ പറ്റുമോ യോബിന് എന്തായിരിക്കും പേടി? യോബ് പറഞ്ഞത് ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു. എന്തായിരിക്കും പേടിച്ചത്? ഒന്ന് പറഞ്ഞ്, യോബ് എന്തായിരിക്കും പേടിച്ചത്? എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടമാകും. പോയ നന്മയെല്ലാം നഷ്ടമായി പോകുമോ എന്നുള്ള ഭയം. കണ്ടോ? നഷ്ടമായി പോകും. മക്കളെ കുറിച്ച് നഷ്ടപ്പെട്ട് ദൈവകൃപ വിട്ടു പോകുമോ? ആ, യോബിന്റെ അകത്തൊരു ചിന്ത പ്രവേശിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു ചിന്ത വന്നാൽ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അകത്തൊരു പേടി? അയ്യോ, ദൈവം എന്നെ അനുഗ്രഹിച്ച മക്കളെ തന്നു, എനിക്ക് സ്വത്ത് തന്നു, മാട് തന്നു, മൃഗസമ്പത്ത് തന്നു, ഇതെല്ലാം ദൈവം എനിക്ക് തന്നു. ഒരാളങ്ങ് പേടിക്കുക. ശ്രദ്ധിച്ച്, ഇതാളങ്ങ് പേടിച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഒരു ഭയം. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോകുമോ എന്ന് യോബിന്റെ അകത്തൊരു ഭയം ഉടലെടുത്തു. അപ്പൊ എൻ്റെ ചോദ്യം, ഭയപ്പെട്ടാൽ എങ്ങനെയാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ദൈവ പൈതലിന്റെ നന്മ നഷ്ടപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ഭയപ്പെട്ട ഉടനെ എങ്ങനെയാണ് ഇത് നഷ്ടപ്പെടുന്നത്? ഭയം കൊണ്ട് തന്നെ ഭയം പിശാചിന്റേതാണ്. ഭയം പിശാചിന്റേതാണ്. കയറിക്കൂടാൻ സമയത്ത് ജഡ സന്ദർഭം സ്വഭാവം. ഉണ്ടാകും. ഭയം പിശാച് കൊണ്ടുവരുന്നതാണ്. വേറെ എന്തെങ്കിലും ഉത്തരം പറയാമോ? ആർക്കെങ്കിലും മറ്റൊരു ഉത്തരം ഉണ്ടോ? ബ്രദർ സൗണ്ട് വിശ്വാസം പോവും ബ്രദർ. ആ, ജഡത്തിന്റെ ചിന്തയാണ്. ജഡത്തിന്റെ ചിന്ത കൊണ്ട് അവസരം കൊടുക്കുന്നത്. ഇനി കേട്ടോണേ. അപ്പൊ ഇയ്യോബിനെ പറ്റി പല ആൾക്കാരും നിങ്ങൾ പ്രസംഗിക്കാറുണ്ട്. പല ആൾക്കാരും ഇയ്യോബിന് വന്ന ശോധനയെ പറ്റി പല ആൾക്കാരും പ്രസംഗിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇയ്യോബ് പേടിച്ചു? ഓക്കെ, ദൈവം അനുഗ്രഹിച്ച ഇയ്യോബ് പേടിച്ചത് കൊണ്ട് എങ്ങനെയാണ് ഇയ്യോബിന് ഈ വിഷയത്തിന്റെ അകത്ത് തിന്മ ഭവിച്ചത്? നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ അകത്ത് തന്നെ ഈ വാക്യം മറക്കല്ലേ, 3-ാം അധ്യായം മറക്കല്ലേ, ഇതിന്റെ 2-ാം വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. 2-ാം വാക്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പിശാച് വന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട്. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കരും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം തന്നെ പറയുക. അവൻ തന്നെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടത് നീ അതിനെ സമ്മതിച്ചു എന്ന് അരുളി ചെയ്തു. നോക്കി, യഹോവ സാത്താനോട്. ഇനി അടുത്ത വാക്യം, സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി നീ അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖം ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പിശാചിന്റെ കോൺഫിഡൻസ്, സാത്താന്റെ ഒരു കോൺഫിഡൻസ് കണ്ടോ? പിശാച് വന്നിട്ട് പറയാം, കർത്താവെ കാര്യമൊക്കെ പുള്ളി ഭയങ്കര വലിയ ഭക്തനൊക്കെയാണ്, പാട്ട് പാടും, സ്വത്രമൊക്കെ പറയും, ബൈബിൾ വായിക്കും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊക്കെ പോകും, വലിയ ഉപവാസ പ്രാർത്ഥനയൊക്കെ പങ്കെടുക്കും. പക്ഷേ അവിടെ ഒരു വാക്ക് പറയുന്നത് കേട്ടോണേ, നീ അവന്റെ, അതായത് ഞാൻ വേണമെങ്കിൽ അവനെ നിനക്കെതിരാക്കി തരാം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പിശാചിന്റെ കോൺഫിഡൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയ്യോബിന്റെ ഭയമാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളും ഭയപ്പെടാറില്ലേ? ഇയ്യോബും ഭയപ്പെടാറുണ്ട്, നമ്മളും ഭയപ്പെടാറുണ്ട്. പക്ഷെ ഇയ്യോബ് ഭയപ്പെട്ടത്, ഇയ്യോബ് പറയുന്നു എനിക്ക് ഭവിച്ചു എന്ന് പറയാൻ കാരണം, ഇയ്യോബിനെ പറ്റി ഇയ്യോബ് തന്നെ പറയുന്നു, ഞാൻ സ്വസ്ഥനായിരുന്നില്ല. നോക്കിക്കേ, 3-ാം വാക്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വസ്ഥനായിരുന്നില്ല. എപ്പോഴും ഇയ്യോബ് ഇങ്ങനെ പറയും, ഞാൻ സ്വസ്ഥനായിരുന്നില്ല, ഞാൻ വിശ്രമിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? ഇയ്യോബിന്റെ മനസ്സിന്റെ അകത്ത് മൊത്തവും പേടിയോ, എന്റെ ദൈവമേ, ദൈവം എന്നെ ഓരോ ദിവസവും അദ്ദേഹത്തിന് മാട് നന്മ തലമുറ എല്ലാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ മനസ്സിന്റെ അകത്ത് ഈവിൾ തോട്ട്സ് വരും. എന്നാന്നറിയാവോ? ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നിങ്ങനെ ഈവിൾ തോട്ട്സ്, ജഡത്തിന്റെ ചിന്തകളെ ഇസ്കരിയോത്ത് യൂദായുടെ ഹൃദയം കവർന്നതുപോലെ ഇയ്യോബിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഭയത്തെ ഇവൻ യൂസ് ചെയ്തു. ഞാൻ ചിന്തിക്കുക, ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്, നോക്കിക്കേ, ഞാൻ പേടിച്ചത്. അതിന്റെ അർത്ഥം ഇയ്യോബിന് അനുഗ്രഹം കിട്ടുമ്പോഴല്ല ഇയ്യോബിന്റെ മനസ്സിൽ ഒരു പേടിയോ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ?
യോബ് അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, വിശ്വാസം എന്ന് പറയുന്ന ആയുധം ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട ഒരു ആയുധമാ. വിശ്വാസം എന്ന പരിചയം എന്നാ പറയുന്നത്. വിശ്വാസം എന്ന വാളെന്നല്ല പറയുന്നത്, വിശ്വാസം എന്ന പരിചയം എന്നാണ് എഫേസ്യ ലേഖനം 6-ാം വാക്യത്തിൽ പ്രകാരം. റെസിസ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് പരിച, അല്ലെ? വാളുകൊണ്ട് വെട്ടുകയും ദുഷ്ടൻ വെട്ടാൻ വേണ്ടി വരുമ്പോൾ ആ പരിച കൊണ്ട് എന്ത് ചെയ്യൂ? അതിനെ തടഞ്ഞു നിർത്തുക. യോബിന്റെ മനസ്സിലേക്ക് ഭയം വന്നപ്പം യോബ് എന്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പറഞ്ഞില്ല, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? അല്ല എങ്കിൽ യോബ് അസ്വസ്ഥനായിപ്പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ജഡത്തിന്റെ ചിന്തയും ആത്മാവിന്റെ ചിന്തയും. ആത്മാവിന്റെ ചിന്ത റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ജീവനും സമാധാനവും. നോക്കിക്കേ, ആത്മാവിന്റെ ചിന്തയോ ജീവനും. അപ്പൊ നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നുണ്ടോ ഏതെങ്കിലും ചിന്ത വരുമ്പോ? ബ്രദറെ, എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കൊച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ, എൻ്റെ ഭർത്താവിനെ പറ്റി ഓർക്കുമ്പോൾ, എൻ്റെ ഭാവിയെ പറ്റി ഓർക്കുമ്പോൾ, എൻ്റെ വിശ്വാസ ജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ വരുമോ ബ്രദറെ? ഇത് ഉറപ്പിച്ചോ, ഇത് ദൈവത്തിൽ നിന്നല്ല, നിങ്ങൾ ചിന്തിക്കുന്നതല്ല. നിങ്ങളുടെ ബലഹീനതകളെ മിസ്യൂസ് ചെയ്ത് ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾ തന്നെ പറയും, ബ്രദറെ എന്തോ എനിക്കറിയത്തില്ല, എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് പലപ്പോഴും സ്വപ്നത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ആൾക്കാർക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെ ഇവൻ കൊണ്ടുവരും. ഉടനെ നിങ്ങൾ ചാടി എണീറ്റിട്ട്, അയ്യോ അങ്ങനെ എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു, എനിക്കറിയത്തില്ല ബ്രദറെ, എൻ്റെ മനസ്സ് പറയുന്നു എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വിശ്വാസത്തിൽ യേശു ഒരു വാക്ക് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭാവിക്കട്ടെ. സൂക്ഷിക്കണേ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭാവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ അകത്തോട്ട് വരുന്ന ഈവിൾ തോട്ട്സ് അഥവാ ജഡത്തിന്റെ ചിന്തകളെ നിങ്ങൾ എങ്ങനെ അപ്പൊ നിങ്ങളുടെ ബൈബിൾ നോക്കിയ പൗലോസ് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ നിങ്ങൾ ജഡത്തിന്റെ ചിന്തയുള്ളവരല്ല, ജഡ സ്വഭാവമുള്ളവരല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരത്രേ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. കണ്ടോ, ഇങ്ങനെയുള്ള തോട്ട്സുകൾ വരുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യരുത്. ഉറപ്പിച്ചോ, ഇത് ദൈവം തരുന്നതല്ല, ഇത് എൻ്റെ ചിന്തയല്ല പിശാച്, ഇത് നിന്റെ ചിന്തയാ. നിരാശകൾ, പരാജയങ്ങൾ, തോൽവികൾ, ഇതേപോലെ നഷ്ടപ്പെടുമെന്നും രോഗം വരുമെന്നും മരിക്കുമെന്നും ചാകുമെന്നും രക്ഷപ്പെടത്തില്ലെന്നും വരുന്ന ഈവിൾ തോട്ട്സുകളെ പരിശുദ്ധാത്മാവ് കൊണ്ട് എങ്ങനെയാ മരിപ്പിക്കുന്നത്? യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്നെ ജീവിപ്പിക്കുമെന്ന് പറയണം. ഞാൻ തകർന്നു പോകത്തില്ലെന്ന് തിരിച്ചു പറയണം. പിശാച് വന്നിട്ട് ദൈവസന്നിധിയിൽ പറയുകയാണ്, കർത്താവേ ഇവരെ ഞാൻ ഇപ്പൊ തൊടാൻ പോട്ടി പോവാ, ഇവൻ ഉറപ്പായിട്ടും പിന്മാറിപ്പോവും. കാര്യം ഒരു സാധ്യത പിശാച് കണ്ടോ. എന്റെ ബലഹീനതയല്ല അവന്റെ സാധ്യത, പകരം നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അവന്റെ സാധ്യത. എപ്പോഴും ഞാൻ പറയത്തില്ല, നിങ്ങളുടെ കുറവുകളെ തപ്പിപ്പോകരുത്. നിങ്ങൾ ബ്രദറെ, എനിക്ക് ആ കുറവുള്ളത് കൊണ്ടാണോ ദൈവം അനുഗ്രഹിക്കുന്നത്? മതി. പിശാചിന് ആ ഒറ്റ ആയുധം, ഞാൻ പിശാചിനെ ഉയർത്തുമല്ല, അവന്റെ ആയുധം നിങ്ങളാണ്. അവന്റെ ആയുധം നിങ്ങളാണ്. നിങ്ങൾ കൊടുക്കുന്നതാണ് അവന്റെ ആയുധം, നിങ്ങൾ പറയുന്നതാണ് അവന്റെ ആയുധം. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിലോ നിങ്ങൾ മരിക്കും, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ദൈവത്തിന്റെ മകൻ എന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു എന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മ പറയും, മോനെ നീ മകനാണ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശു ഉണ്ട്, നിനക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്, നീ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നീ കർത്താവ് യേശുവിന്റെ മകനാണ്, ദൈവത്തിന്റെ മകനാണെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുമല്ലേ? അടുത്ത വാക്യത്തിൽ പറയുന്നു, നമുക്ക് പരിചിതമായ വാക്യമല്ലേ, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നുണ്ട്. ഓർത്തെ, പരിശുദ്ധാത്മാവ് എൻ്റെ ബലഹീനതയിൽ എനിക്ക് തുണ നിൽക്കുന്നുണ്ട്.
അപ്പൊ ഈവിൾ തോട്ട്സുകൾ വരുമ്പോൾ പലപ്പോഴും പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എങ്ങനെയാണ്, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഏറ്റു പറയുവാൻ തുടങ്ങും. യോബ് പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങൾ, യോബ് പറയുന്നു, ഞാൻ സ്വസ്ഥനായിരുന്നില്ല. ഓ ബ്രദറെ, എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ബ്രദറെ ഈ ഭയങ്കര ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക ബ്രദറെ. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യുന്ന അറിയാവോ? നിങ്ങൾ ഉടനെ പ്രാർത്ഥിക്കും, കർത്താവേ ഇതൊന്ന് മാറിപ്പോട്ടെ. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ല ചെയ്യുന്നത്. പകരം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ വാക്ക് കണ്ടോ, പരിശുദ്ധ ആത്മാവ് നിങ്ങളെ എന്ത് ചെയ്യുന്നു? തുണ നിൽക്കുന്നു. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ആസ് ഇൻ അവർ വീക്ക്നെസ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. എങ്ങനെ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യുന്നറിയാവോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നീ മകനാണ്, നീ മകളാണ്, നീ നശിക്കത്തില്ല, നീ പുത്രനാണ്, പുത്രനെങ്കിലോ നീ അവകാശിയാണ്, നീ ദൈവത്തിന്റെ മകളാണ്, അതുകൊണ്ട് ദൈവം കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനത്തിലൂടെയും പ്രവചനത്തിലൂടെയും ദൈവദാസന്മാരിലൂടെയും നിങ്ങളുടെ ആത്മാവിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഉറപ്പിച്ചു, ജീവന്റെ വചനങ്ങളും സമാധാനത്തിന്റെ വാക്കുകളുമാണ് മനസ്സിൽ വരുന്നെങ്കിൽ ഉറപ്പിച്ചു, ഇത് പരിശുദ്ധ ആത്മാവ് ഇടപെടുന്നതാ. അല്ലാത്തത് എന്തു വന്നാലും, യോ ബ്രദറെ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നൽ വരും, തോന്നലല്ലത്, ഈവിൾ തോട്ട്സ് ആണത്, പിശാചിന്റെ ചിന്തകളാണ്. ഇസ്കരിയോത്ത് യൂദായുടെ മുമ്പിലേക്ക് കാശിന് ഇച്ചിരി ആവശ്യം വന്നപ്പോൾ എളുപ്പവഴി പറഞ്ഞു കൊടുത്തു. അവനെ ഒറ്റ വഴിയുള്ളൂ, നീ ലോട്ടറി എടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ടത്, യേശുവിനെ കാണിച്ചു കൊടുത്ത് ഇപ്പൊ നിന്റെ പേഴ്സ് അറിയാൻ വേണ്ടി പോവാ. കണ്ടോ, ഒറ്റ വഴി, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. യേശു നോക്കി, ഇസ്കരിയോ അത്താഴം കഴിഞ്ഞപ്പോൾ പിശാച് ശീമോന്റെ മകനാ, യേശു അവിടെ ഉണ്ടെന്ന് ഓർത്തേ. യേശു ഇരിക്കുമ്പോഴും യൂദായുടെ ഹൃദയത്തിൽ ഒരു SMS വരും, യൂദാ കാശ് വേണോ യേശു വേണോ? നോക്കിക്കേ, കാശ് വേണോ യേശു വേണോ? ഉടനെ യൂദായുടെ ഹൃദയത്തിൽ ഇങ്ങനെ കവർന്നുകൊണ്ടിരിക്കുക. യൂദാ ഇസ്കരിയോത്ത് ഹൃദയത്തെ കാണിച്ചു കൊടുപ്പാൻ ഒരു തോന്നൽ നോക്കിക്ക് തോന്നിച്ചിരിക്കുന്നു, പ്രോംപ്റ്റ് ചെയ്യുകയാണ്. പല തോന്നലുകൾ മനസ്സിൽ വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കരുത്, ഇറക്കി വിടതിനെ വചനം പറഞ്ഞ്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും സ്വസ്ഥതയില്ല. നോക്കിക്കേ, നിങ്ങളുടെ അവസ്ഥയിൽ പലപ്പോഴും ഇങ്ങനെ യോബിനെ പോലെയല്ലേ, ഞാൻ സ്വസ്ഥനായിരുന്നില്ല, മനസ്സിൽ ഇങ്ങനെ വരുക ബ്രദറെ. അടുത്തത്, ഞാൻ വിശ്രമിക്കുന്നില്ല, പേടിയാ, ടെൻഷനാ, എനിക്ക് ആശ്വാസമില്ല. നോക്കിക്കേ, കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അപ്പ നമ്മുടെ ബിസിനസ് യഹോവയെ അനുഗ്രഹിച്ചു, ഓ സ്വോത്രം എന്ന് പറയുമ്പോഴും മനസ്സ് പറയുമ്പോൾ പേടിയാ, അയ്യോ ഇതെങ്ങാനും പോകുവോ? കണ്ടോ, അടുത്ത വാക്യത്തിൽ പറഞ്ഞു, പിന്നെ അതിവേദന എടുത്തു, ഞാൻ സ്വസ്ഥനായിരുന്നില്ല. ഒരു വിശ്വാസിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല എങ്കിൽ, സമാധാനം കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോണം, നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ബ്രദറെ? ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണം. എന്താ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ആത്മാവ് എന്റെ ബലഹീനതയിൽ എന്നെ സഹായിക്കും. അപ്പം എന്റെ ബലഹീനതയാണ് ഇവന്റെ ആയുധം. നമ്മൾ റോമാലേഖനം 8-ാം വാക്യത്തിൽ വായിച്ചല്ലോ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം. ജഡത്തിൽ ബലഹീനത ഉണ്ടെന്ന് ആദ്യം അറിയണമേ. ഞാൻ എപ്പോഴും പറയത്തില്ല, വിശ്വാസ ജീവിതം നിങ്ങൾ മിടുക്കന്മാരാകുന്നതല്ല. നിങ്ങൾ പറയത്തില്ല, ബ്രദറെ ഞാനിപ്പോൾ പ്രാർത്ഥനയിൽ പിടിച്ചു നിൽക്കും. അല്ല, ദൈവം എന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. ഓ ബ്രദറെ ഞങ്ങളിപ്പോൾ വിശ്വാസത്തിൽ നല്ലപോലെ നന്നായിട്ട് നിൽക്കും. അല്ല, ദൈവം ഞങ്ങളെ നിർത്തുന്നതാണ് പഠിക്കണം. ആമേൻ. ഇവിടെ നോക്കിക്കേ, ഈ ബൈബിൾ പറയുന്നു, അടുത്ത വാക്യം നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഈ വാക്ക് നോക്കിക്കേ, പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനെ പ്രത്യാശിക്കുന്നെങ്കിലോ നാം കാണാത്തതിനെ പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം. ഞാൻ പലപ്പോഴും ഈ വചനത്തിലേക്ക് ഒന്ന് വരാം, ജസ്റ്റ് ഒരു മിനിറ്റ്. ആദ്യം നിങ്ങൾ ഈ വാക്ക് നോക്കിക്കേ, നമ്മുടെ ഉള്ളത്തിൽ ദൈവം എപ്പോഴും പ്രത്യാശ നൽകുന്നു. എന്താ പ്രത്യാശ എന്നറിയാവോ? ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് നിങ്ങൾക്കൊരു ഭാരം ഉണ്ടാകുന്നുണ്ടോ? ഭാരം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യാശ വർക്ക് ചെയ്യുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ എന്നെ കരയിപ്പിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഞാൻ എൻ്റെ ദൈവത്താൽ സാക്ഷ്യമാകും. അതായത് പ്രത്യാശ അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ക്രിസ്തു വേഗം വരുമെന്നുള്ളതാണെങ്കിൽ ആ പ്രത്യാശയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകലതും നന്മയാക്കി മാറ്റുമെന്നും പ്രത്യാശിക്കുവാൻ പരിശുദ്ധാത്മാവ് എത്ര അധികം സഹായിക്കും. ആമേൻ. നോക്കിക്കേ, എനിക്ക് കുറച്ചും കൂടെ വാക്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, സമയം നോക്കണം. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കേ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് പൗലോസ് ശ്ലീഹ പറയുന്നു, 1-ാം അധ്യായത്തിൽ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു. നോക്കിക്കേ, പൗലോസ് ശ്ലീഹ പറയുന്നു, ആസയിൽ ഞങ്ങൾക്ക് വലിയ കഷ്ടമുണ്ടായി.
അതറിയാതിരിപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പൗലോസ് ലീഗ കൊരിന്ത്യ സഭയോട് പറയുവാണ്. വലിയൊരു പ്രശ്നമാണ്. എന്നാന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പൗലോസ് പറഞ്ഞിട്ട്, മരിക്കും, ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ ഇന്ന് എന്ത് ചെയ്തു? ഭാരപ്പെട്ടു. ഇനി ഇവിടെ ശ്രദ്ധിച്ചൊരു വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ പൗലോസ് ലീഗ ഉപയോഗിച്ച ഒരു പ്രത്യേക ഒരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞു തരാവേ. അത് ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണ് ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. നോക്കിക്കേ, പൗലോസ് ലീഹ പറയുന്ന വാക്കുകൊണ്ട് ദൈവം ഞങ്ങളെ വിടുവിച്ചു. പക്ഷെ മനസ്സു പറയുന്നു ജീവനോടെ ഇരിക്കത്തില്ല എന്ന് നിരാശ തോന്നുമാറു ഭാരം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭാരം യേശു കൊടുത്തതാണോ അതോ ഇസ്കരിയോത്ത് യൂദായുടെ ഉള്ളത്തിൽ വന്ന ഭാരമാണോ? ഇതൊന്ന് പറയാൻ പറ്റൂ. ഏത് ഭാരം? എവിടുന്ന് വന്നത് ഈ ഭാരം? ഇതിന്റെ ഉറവിടം ഒന്ന് പറയാൻ പറ്റുമോ? യൂദയുടെ മനസ്സിൽ. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ വരുന്ന സമയത്തും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് എവിടെയാണ് അവന്റെ തന്ത്രമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സാണ് അവന്റെ തന്ത്രം. അവിടെ തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്ന ആയുധം പ്രവർത്തിക്കുന്നതും. പൗലോസ് ലീഗ പറയുന്നു, ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. അതേപോലെ ഒരു നിരാശ വന്നു. കണ്ടോ? അപ്പൊ നിരാശ വരുന്നത് എവിടെയാ? ചെവിയിലാണോ, മൂക്കിലാണോ, കണ്ണിലാണോ, മുടിയിലാണോ, കയ്യിലാണോ, കാലിലാണോ? അല്ല, നിരാശ വരുന്നത് മനസ്സിലല്ലേ. ഞാനിപ്പോ പറയും, ഓ എന്റെ കൈക്ക് ഭയങ്കര നിരാശ, അപ്പൊ കൈക്ക് സംസാരിക്കാൻ പറ്റൂല്ല. എന്റെ മൂക്കിന് ഭയങ്കര നിരാശ ആണോ? അല്ല, തെറ്റാ പദം. എന്റെ കണ്ണിന് ഭയങ്കര നിരാശ, തെറ്റാ പദം. മനസ്സിൽ ഭയങ്കര നിരാശ. അപ്പം ചോദ്യം, ഈ മനസ്സിൽ എങ്ങനെ നിരാശ വന്നത്? കാര്യം പൗലോസ് ലീഗ തന്നെ പറഞ്ഞില്ലേ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനമാണെന്ന്. പക്ഷെ ഇപ്പൊ സമാധാനമല്ല, പകരം എന്താണ്? നിരാശ തോന്നുമാറ്. നിരാശ വാക്ക് കണ്ടോ? അപ്പൊ നിങ്ങളുടെ അകത്ത് നിരാശകൾ വരുമ്പോ ഉറപ്പിച്ചോണേ, അത് ദൈവത്തിൽ നിന്നല്ല. ആ നിരാശപ്പെട്ടതൊന്നും സംഭവിക്കാൻ പോണില്ല. അങ്ങനെ ആരെങ്കിലും നോക്കിക്കേ, പൗലോസ് ലീഗ ഇപ്പൊ മരിച്ചേനെ. ബൈബിൾ പറയുന്നു, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അപ്പൊ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക മരിക്കും മരിക്കും മരിക്കും. പക്ഷെ ഒരു ചിന്ത നോക്കിക്കാണ്, പൗലോസ് വാഗൊണ്ട് പറഞ്ഞില്ല, ഉള്ളിൽ നിർണയിച്ചു. മനസ്സിൽ വന്ന്, ഓ ഇത് പെട്ട്, ഇവിടെ കൊണ്ട് തീരും. പക്ഷെ വാഗൊണ്ട് പറഞ്ഞില്ല. ഹല്ലേലൂയ. പക്ഷെ ഇയ്യോബ് എന്ത് ചെയ്തു? പറഞ്ഞു. ഇനി ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു കാര്യം നമുക്ക് ലഭിച്ചേക്കുന്ന ഏറ്റവും വലിയൊരു കൃപ ഞാനൊന്ന് പറഞ്ഞു തരാം. പെട്ടെന്ന് ശ്രദ്ധിച്ചോണേ. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇയ്യോബ് പറയുന്നൊരു വാക്കുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കൃപ. ഇതാണ് ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാഞ്ഞതും നമുക്ക് ലഭിച്ചതുമായിട്ടുള്ള ഏറ്റവും വലിയ കൃപ. ഞാൻ പറയാവേ, വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ശക്തിപ്പെടുവാൻ കർത്താവായ യേശുവിന്റെ വലിയ മഹത്വം എന്നാന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പദമാണ് ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. അവിടെ ഏറ്റവും വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇയ്യോബ് തന്നെ സ്വന്തമായിട്ട് പറയുന്നൊരു വാക്ക് കണ്ടോ? ഞാൻ അവനോട് പ്രതിപാദിക്കേണ്ടതിന്, ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിൽ ചെല്ലേണ്ടതിന്, അവൻ എന്നെപ്പോലെ മനുഷ്യനല്ലല്ലോ. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനില്ലായിരുന്നു. ഹല്ലേലൂയ. ഇയ്യോബ് പറയുവാണ്, ഞങ്ങളെ ഒന്ന് പിടിച്ചു നിർത്താനോ, ഞങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഈ വിഷമം വരുമ്പം ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാനോ ഞങ്ങൾക്കൊരു മധ്യസ്ഥനില്ലായിരുന്നു. എന്നാൽ തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നു, മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. അത് പൗലോസ് ശ്ലീഹായല്ല, പത്രോസ് ശ്ലീഹായല്ല, ഒരു വിശുദ്ധന്മാരോ ഒരു ശ്ലീഹാമാരോ അല്ല. ബൈബിൾ പറയുന്നു, മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് പുതിയ നിയമത്തിന്റെ മഹത്വം മനസ്സിലാക്കുക. ഇയ്യോബ് തന്നെ പറയുകയാണ്, ഞങ്ങളുടെ ഇരുവരുടെയും പറഞ്ഞു നിർത്തേണ്ടത് ഞങ്ങൾക്കൊരു മധ്യസ്ഥനില്ലാതായി പോയി. കണ്ടോ? ഞങ്ങൾക്കൊരു മധ്യസ്ഥനില്ല. പക്ഷെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട്. മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരു മധ്യസ്ഥനുണ്ട്. ശ്രേഷ്ഠനായ ഒരു മധ്യസ്ഥനുണ്ട്. അത് മറ്റാരുമല്ല, യേശു അത്രേ. അപ്പൊ ഇത്രയും കൃപയാണ്. അപ്പൊ ജഡത്തിന്റെ ചിന്തകളെ നിങ്ങൾ സൂക്ഷിക്കണം.
എന്ത് നിരാശ ചിന്തകൾ വന്നാലും ഓർത്തോണം, ഇത് പരിശുദ്ധ ആത്മാവിന്റെ അല്ല, ഇത് പിശാചിന്റെ ചിന്ത. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ചിന്ത വരുന്നത്. നോക്കിക്കേ, യേശുവിന്റെ കൂടെയുള്ള ഇസ്കരിയാത്തിന് SMS വന്നില്ലേ? ഇനി നോക്കിക്കേ, ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പൗലോസിന്റെ അകത്ത് പോലും എന്ത് ചെയ്തു? ഇത്ര ഭയങ്കരം, പൗലോസെ പെട്ടു കേട്ടോ, ഇവിടുന്ന് നീ തീരും, ഇതുകൊണ്ട് നീ അവസാനിക്കും, ഇത് നിന്റെ അവസാനമാണെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ട രീതിയിൽ പൗലോസ് പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആശയിൽ ഞങ്ങൾ കട്ടതയുണ്ടായി, എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന എന്റെ ദൈവം, എനിക്കും ദൈവത്തിന് നടുവിൽ ഒരു മധ്യസ്ഥനായ യേശു ക്രിസ്തു നോക്കിക്കേ, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. ഓ ഹല്ലേലൂയ. അപ്പൊ ജഡത്തിന്റെ ചിന്തകളെ പ്രോത്സാഹിച്ചുണ്ട്. റോമലേഖനം 8-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അത് തന്നെ പറയുന്നത്. ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്ത മരണം, നിരാശ, സങ്കടം, ദുഃഖം, പ്രയാസം, തോൽവി, ഇതൊക്കെ വരുമ്പോൾ ഉറപ്പിച്ചോണെ, എന്നെ ബ്രദറെ ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ടും ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, എന്റെ മനസ്സിൽ മൊത്തം ദുഷിച്ച ചിന്തകളാ. കേട്ടിട്ടുണ്ടോ? ദുഷിച്ച ചിന്തകൾ വരിക ബ്രദറെ, ഇതെന്തോ ഇങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ വരുന്ന ബ്രദറെ, എനിക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാഞ്ഞത്? നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാകണ്ട. പകരം പരിശുദ്ധാത്മാവേ, ഇത് അങ്ങല്ല, എനിക്കറിയാം സംസാരിക്കുന്നത് അങ്ങല്ല, ഇതെന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പിശാചിന്റെ ആഗ്രഹങ്ങളാ. അത് ഏറ്റു പറയരുത്. ഉടനെ ആത്മാവിനാൽ നിങ്ങളുടെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. എങ്ങനെ മരിപ്പിക്കുന്ന അറിയാവോ? നീ ദൈവത്തിന്റെ പുത്രനെന്ന് ആത്മാവിനോട് സാക്ഷ്യം പറയണം. എന്റെ പൊന്നു പിശാചേ, നിന്റെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. കാര്യം ബൈബിൾ പറയുന്നത് ഞാൻ ഒരു നാളും നശിച്ചു പോകത്തില്ല. ബൈബിൾ പറയുന്ന കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മദ്യപാനിയായ ഭർത്താവിനെയും തലമുറയും കാണിച്ചുകൊണ്ട് പിശാച് എപ്പോഴും പറയത്തില്ലേ, ഇതൊന്നും രക്ഷപ്പെടാൻ പോണില്ല, ഇവരെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറയുമ്പോൾ പറയില്ല, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഇയ്യോബ് പറഞ്ഞില്ലേ, ഞാൻ ഭയപ്പെട്ടതാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ പേടിച്ചതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കണ്ടോ? നിങ്ങൾ ഏറ്റു പറയരുത്. പേടിച്ചതും ഭയപ്പെട്ടതും നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ അവയെക്കുറിച്ച് നിങ്ങൾ മിണ്ടരുത്. ഹല്ലേലൂയ. നിങ്ങൾ അപ്പൊ സംസാരിക്കേണ്ടത് എന്താണ്? ആവർത്തന പുസ്തകം 6-ാം വാക്യത്തിൽ നാം പറഞ്ഞല്ലേ, നിങ്ങൾ വചനത്തെ പറ്റി സംസാരിക്കണം. അപ്പൊ യോബ് തന്നെ പറഞ്ഞുണ്ട്, എനിക്കൊരു മധ്യസ്ഥൻ ഇല്ലാതെയായി പോയതെന്ന് പറഞ്ഞു തരാൻ. എനിക്ക് ഒന്ന് ഇടപെടാൻ ഒരു മധ്യസ്ഥനില്ല, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്ന് പൗലോസ്ലീഹ ആത്മാവിൽ പലയിടങ്ങളിലും പറയുന്നത്. നോക്കിക്കേ, ഇനി ഇസ്കരിയാത്തിന്റെ ഹൃദയത്തെ കവർന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കവരേണ്ടതിന് ഇങ്ങനെയുള്ള ചിന്തകൾ ആൾക്കാർ നിങ്ങളുടെ ഉള്ളത്തിൽ വരുന്നുണ്ട്. നിരാശ എന്താ വരുന്നത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ പോലും നിരാശ എന്ത് വരുന്നത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ പോലും നിരാശയുടെ ചിന്തകൾ വരുന്നത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇത് ദൈവത്തിൽ നല്ല കേട്ടോ, ഇത് ദൈവത്തിൽ നല്ല. ആ രോഗം പ്രാർത്ഥിക്കും ബ്രദറെ, എന്റെ മനസ്സ് പറയുന്നു ഞാൻ മരിക്കുമെന്ന്, എന്റെ മക്കൾ അനാഥരാകുമെന്ന്, എന്റെ കുടുംബം അനാഥരാകുമെന്ന്, എന്റെ ഭാര്യ ഒറ്റയ്ക്കാകുമെന്ന് ഒക്കെ മനസ്സിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ബ്രദറെ. എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല, എന്റെ മനസ്സിനോ ഇത് ബ്രദറെ പ്രവചനമാണോ? അല്ല, യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യ്. ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് പറ. ഞാൻ കർത്താവിന്റെ നാമത്തിൽ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്ന് ബൈബിൾ പറയും. നോക്കിക്കേ, അയ്യോ കഷ്ടം. ജീവനുള്ളവരുടെ നാട്ടിൽ, അതായത് നാട്ടുകാരുടെ നടുവിൽ, മനുഷ്യന്മാരുടെ നടുവിൽ, ലോകത്തിന്റെ അറ്റത്തോളം സകലരും കാണുകെ ഞാൻ ദൈവത്തിന്റെ സാക്ഷിയാകുമെന്ന് ഞാൻ ആദ്യം വിശ്വസിക്കണമേ പ്രിയരെ. അപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്ന ഈവിൾ തോട്ട്സുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കരുത്. ഈവിൾ തോട്ട്സുകളെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നവരാകണം. നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതാണ് പൗലോസ് പറഞ്ഞത്, ആത്മാവിനാൽ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ നിങ്ങൾ ജീവിക്കണോ മരിക്കണോ തീരുമാനിക്കും. നിങ്ങൾക്ക് നശിക്കണോ നിങ്ങൾക്ക് അനുഗ്രഹമാകണോ നിങ്ങൾ തീരുമാനിക്കണം. ഇവിടെയാണ് ദൈവവചനത്തിന്റെ അപ്പൊ നമ്മൾ സിമ്പിളായിട്ട്, അയ്യോ ബ്രദറെ ഞാനിത് എപ്പോഴും പറയുന്ന ബ്രദർ, എന്റെ മനസ്സിൽ എപ്പോഴും വരും, കാർ ഇടിക്കുമെന്ന്, വണ്ടി ഇടിക്കുമെന്ന്, നശിച്ചു പോകുന്നു, തകർന്നു പോകുന്നൊക്കെ എപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ വരുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. ബ്രദറെ ഇനി അത് പറഞ്ഞില്ല സഹോദരി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, പരിശുദ്ധ ആത്മാവേ,
അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു, അങ്ങയുടെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു, അങ്ങയുടെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവെ, അങ്ങയുടെ സാക്ഷ്യമായി ഞങ്ങൾ ജീവിക്കും, അങ്ങയുടെ അത്ഭുതമായി ഞങ്ങൾ ജീവിക്കും, അങ്ങയുടെ പ്രവൃത്തിയായി ഞങ്ങൾ ജീവിക്കും. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇന്ന് എൻ്റെ അകത്ത് പരാജയങ്ങൾ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് യോബിനുണ്ടായതുപോലെയുള്ള നഷ്ടങ്ങളെ എൻ്റെ ജീവിതത്തിൽ കയറ്റുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പല വിശ്വാസികളും രക്ഷപ്പെടാത്തതിൻ്റെ കാരണം. അവർ പറഞ്ഞു, ഞാൻ 20 വർഷമായിട്ട് വിശ്വാസത്തില്ല, പക്ഷേ 20 വർഷമായിട്ട് ഇപ്പോഴും ഒരേ വിഷയം തന്നെ മാറിയിട്ടില്ല. 25 വർഷമായിട്ട് ഒരേ പ്രതികൂലം മാറ്റമില്ല, ഒരേ വിഷയം. ഞാൻ പല വിശ്വാസങ്ങളുണ്ട് കർത്താവ്, വിശ്വാസത്തിൽ വന്നിട്ട് പോലും ഇപ്പോഴും വിഷയങ്ങളിൽ ഇപ്പോഴും പ്രശ്നം. കാര്യം അവർ കേൾക്കുന്ന മൊത്തം യോബിന്റെ ശോധനകളെ പറ്റിയാണ്. എന്നാൽ യോബേ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് തന്നെ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എനിക്ക് നന്മ തന്നു, ദൈവം എനിക്ക് ഒത്തിരി കാര്യം തന്നു. പക്ഷേ ആ രാത്രി കിടക്കാൻ വേണ്ടി കട്ടിലേക്ക് കയറുമ്പോഴേക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പേടിയാണ്, നേരം വെളുക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, മനസ്സ് പറയുക. അപ്പൊ മനസ്സിന്റെ അകത്ത് പിശാച് ഇങ്ങനെ SMS വിടുക, അവന് വേലി പൊളിച്ച് വരാൻ പറ്റത്തില്ല. പകരം അവൻ SMS അയക്കുവാണ്, യോബേ, നാളെ നേരം വെളുക്കുമ്പോൾ ഉറപ്പിച്ചു, ചിലപ്പം നിന്റെ കൃഷി മൊത്തം നശിക്കും, നിന്റെ തലമുറ വണ്ടി ഇടിച്ചു പോകും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ യോബിന്റെ മനസ്സിലേക്ക് വരാൻ ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. പല ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഉടനെ യേശുവിന്റെ നാമത്തിൽ, അപ്പാ വലിയ സംഭവം, അപ്പൊ ഞാൻ ഒന്നും പേടിക്കരുതേ, യേശുവിന്റെ നാമത്തിൽ ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പറയണം, നന്മ. അവിടെയാണ് പ്രത്യാശ നൽകുന്ന ദൈവമോ, പ്രത്യാശ നൽകുന്ന ദൈവം. പൗലോസ് പറഞ്ഞില്ലേ, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും ആരെന്നെ വിടുവിക്കും, ആരെന്നെ രക്ഷിക്കും, ആരെന്നെ. അപ്പൊ പൗലോസ് പറയുകയാണ്, ഞങ്ങളെ ആര് രക്ഷിക്കുമെന്ന്, ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. കണ്ടോ? പക്ഷെ വാ കൊണ്ട് പൗലോസ് പറഞ്ഞില്ല. പൗലോസ് പകരം പറഞ്ഞു, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. അവൻ മേലാലും വിടുവിക്കുന്ന കർത്താവ്, അവൻ മേലാലും വിടുവിക്കുന്ന കർത്താവ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മനു എന്നു പേരുള്ള ഒരു സഹോദരനുള്ള ഒരു വ്യക്തി, ശ്രദ്ധിച്ചോണേ, മകനല്ല, മനു എന്നു പേരുള്ള ഒരു സഹോദരനുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഇന്ന് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്, മനു എന്ന് പേരുള്ള സഹോദരനുള്ള വ്യക്തി ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എന്നുള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ മകനെ ഇന്ന് തകർക്കുവാൻ കയറിക്കൂടിയ എല്ലാ ചിന്തകളെയും യേശുവിൻ്റെ നാമത്തിൽ തമ്പുരാൻ വിടുവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോ. പിശാചിന്റെ തന്ത്രമല്ല വിജയിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിന്റെ പ്ലാനാണ്. ഓ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവം ആ വ്യക്തിയെ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വൻ കൃപകൾക്കായി നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. എന്നുള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഈ ഔസേപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ആധാരത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ സ്ഥലത്തിന് വേണ്ടി ആ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട്, ഔസേപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ പിന്നിൽ അത് നാളുകളായിട്ട് വലിയൊരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുക. ഞാനിങ്ങനെ ആ കുരുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ചില കാഴ്ചകളെ കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിൻ്റെ അകത്ത് 2 തലമുറകളെ ശരീരത്തിൽ ഒരേ രോഗങ്ങളാൽ ഇന്ന് വിഷയങ്ങളാക്കി ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവം. 2 വ്യക്തികൾക്ക് ഒരേ രോഗത്താൽ, ഒരേ രോഗാവസ്ഥയിലൂടെ കടത്തിവിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥത തരാതിരിക്കുന്ന വിഷയം. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത്
ആ വസ്തുവിന്റെ ഉടമസ്ഥതയിൽ ആരാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ആ ഭവനത്തിന്റെ സകല വിഷയങ്ങളും ഇപ്പോൾ തകർന്നു മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. ബ്രദർ എന്റെ വീട്ടിലാണ്, എന്റെ ബ്രദറാണ് അവസ്ഥ. ഇപ്പൊ സ്ഥലം പ്രശ്നമുള്ളതും അത് എന്റെ ബ്രദറാ. ഓ, ഈ കാര്യം വല്ല സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദറെ. ഇന്ന് ആ കുടുംബത്തിന്റെ കുരുക്കിന്റെ അകത്താണോ വിഷയത്തിന്റെ അകത്താണോ കിടക്കുന്നത് ഇപ്പം? അയ്യോ, എന്റെ ചേച്ചി ഒരു വയ്യാത്ത ഈ ചേച്ചിയുടെ കാര്യം ഒരു 6 മാസം മുമ്പ് ബ്രദർ പറഞ്ഞായിരുന്നു, തെയ്യാമെന്ന് പറഞ്ഞ ഇരിട്ടിക്കടുത്തുള്ളതെന്ന്. ആ ചേച്ചി ഇപ്പം പല പ്രശ്നങ്ങളായിട്ട് അത് കല്യാണം കഴിക്കാത്ത ഇച്ചിരി ഒരു ബുദ്ധിക്ക് മാന്യമുള്ള ചേച്ചി കിടന്ന് ഒത്തിരിയേറെ അവര് ആ വീട്ടിൽ കിടന്ന് ഒത്തിരി പീഡനം അനുഭവിക്കുക. അതായത് എന്തോ അസ്വസ്ഥത കാണിക്കുക. ഒരു എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ ഒരു അച്ഛൻ്റെ എടുത്തുകൊണ്ടേ ഇന്ന് സിസ്റ്ററെ, ആ വിഷയത്തിന്റെ മേലെ, ആ വസ്തു സംബന്ധമായ ഒരു വിഷയത്തിന്റെ അകത്താണ് ഈ പ്രശ്നം മൊത്തം കടന്ന് കറങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ യേശു ഞാൻ ചോദിച്ചോട്ടെ, ഈ കാര്യങ്ങൾ വല്ലതും സിസ്റ്ററെ ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഔസേപ്പിന്റെ സ്ഥലത്തിന്റെ വിഷയത്തിന്റെ കാര്യം? ഇല്ല ബ്രദറെ, ഞാൻ ദുബായിലാണ് ഉള്ളത്. ഇപ്പൊ ഞാൻ ദുബായിൽ നിന്നാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ട ആ സഹോദരന്റെ വിഷയത്തെ ഇപ്പൊ നമ്മള് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നപ്പോ ആ വസ്തുവിന്റെ മേൽ കുരുക്കിട്ട്, കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ അങ്ങ് വെളിപ്പെടുത്തിയതിന്റെ അകത്തുനിന്നുകൊണ്ട് ആത്മാവിൽ അതിനെ വെട്ടുന്നപ്പ ദുഷ്ടന്റെ ആശ നശിച്ചു പോകട്ടെ. അവൻ പല്ല് കടിച്ചുരുകിപ്പോകും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബത്തിന് കേട്ടല്ലോ കർത്താവെ, മാനസിക രോഗിയാക്കി കർത്താവെ സ്വസ്ഥത കളഞ്ഞ് നന്മ കളഞ്ഞ് അവരെ മുഴുവനും ചെതറിക്കാൻ നോക്കുന്നത് ആ വസ്തുവിന്റെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന സകലത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ. ഇന്ന് കേട്ട വചനം കർത്താവ്, ഞങ്ങൾ മക്കളെന്ന് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ജീവനും സമാധാനവും വെളിപ്പെടട്ടെ അപ്പ. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആ സഹോദരനെ ബ്ലസ് ചെയ്യുന്നപ്പ. ആ സ്ഥലത്തിന്റെ അകത്ത് മകൻ അസ്വസ്ഥതപ്പെട്ട് കിടക്കുവാണല്ലോ, അവന്റെ ജീവിതത്തിലെ നന്മകളെല്ലാം ബ്ലോക്കായി കിടക്കുവാണല്ലോ. അപ്പൊ ഇന്ന് ആ ബ്ലോക്കുകളെ ഞങ്ങൾ അഴിക്കുന്നു. സാക്ഷ്യമായി തീരും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയങ്ങളെ ഇന്ന് ഇടപെടുന്ന സമയമാണ്. ദൈവാത്മാവ് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന സമയമാണ്. ഇന്ന് കേട്ടെ, അപ്പൊ യോബിന്റെ വിഷയത്തിന്റെ അകത്തിന് ആർക്കെങ്കിലും, നമ്മൾ പലതവണ യോബിന്റെ വാക്കെടുത്താണെങ്കിൽ ഇസ്കരിയോത്ത് യൂദായുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടായ ഒരു ചിന്ത, ഈവിൽ തോട്ട്സ്. ഇത് ശ്രദ്ധിക്കണം നമ്മൾ. നിങ്ങൾ പലപ്പോഴും വിശ്വാസി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത്, ബ്രദറെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല ബ്രദർ, ഇപ്പം മനസ്സിലായോ? നിങ്ങളുടെ അകത്തോട്ട് ഇങ്ങനെ കുറേ ചിന്ത വരുന്നതാണ്. ഇതേ കയറി പിടിക്കരുത്. നിങ്ങൾ പിടിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ബോധം വേണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ നശിക്കത്തില്ല. ഇവന്റെ തന്ത്രമാണ് നിങ്ങളുടെ അകത്ത് ഈ ചിന്ത കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം. നിങ്ങളെ അനുഗ്രഹമാണ് എൻ്റെ വാക്തത്വം. ഹല്ലേലൂയ. അതിന് വിരോധമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഒരു വാക്യം കൂടുതൽ ധ്യാനിക്കുവാൻ കർത്താവ് കൃപ തരും. ആമേൻ. നോക്കിക്കേ, അപ്പൊ ജഡത്തിന്റെ ചിന്ത, നമ്മളിപ്പോ 4-5 ദിവസമായിട്ട് ഈ ഒരു വിഷയം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ജഡത്തിന്റെ ചിന്തയും ആത്മാവിന്റെ ചിന്തയും. അപ്പൊ ജഡത്തിന്റെ ചിന്തയാണ് ഇസ്കരിയോത്ത് യൂദായ വെറും 30 വെള്ളിക്കാശിന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ തോന്നലുണ്ടായപ്പോൾ, ഇനി ശ്രദ്ധിച്ചോണേ, എപ്പോഴും അത് നന്മയുടെ ഉറവിടം ദൈവമാണ്. നന്മയുടെ ഉറവിടം ദൈവം. എനിക്ക് നന്മ വരും. ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിച്ചോണേ. ചിലർ പറയും, ബ്രദറെ, ഈ പുകയില ഉൽപ്പന്നങ്ങളും മറ്റ് സിഗരറ്റും ഒക്കെ വിറ്റാലേ ഉള്ളൂ 10 പേര് കടയിൽ കയറത്തുള്ളൂ. ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കത് ഗുണമല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ബിസിനസ് ചെയ്യുന്നവരോട് പറയാം കേട്ടോ, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ വചനം അങ്ങോട്ട് റിലീസ് ചെയ്യ്. സിഗരറ്റ് വിറ്റാൽ മാത്രമല്ല നിങ്ങൾക്ക് നന്മ കിട്ടുന്നത്, അല്ലാതെ നന്മ ആള് വരും. പിശാചിന്റെ തന്ത്രമാണത്. കേട്ടെ, ബിസിനസ്സിനെ നോക്കിയിട്ട് പ്രവചിക്കണം, എതിരായിട്ട് ആര് തന്നാലും ഞാൻ വളരും. എപ്പോഴും നമ്മുടെ അകത്തൊരു കുഴപ്പമുണ്ട്, ആരോ എന്തോ എനിക്കിട്ട് ചെയ്തു. ഇത് തന്ത്രം അവന്റെ. മനസ്സിലായോ? ആരോ എനിക്കിട്ട് എന്തോ ചെയ്തു. പല വിശ്വാസിയും പറയും, ബ്രദറെ, ആരോ എനിക്കിട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല. ശ്രദ്ധിച്ചേ. അപ്പൊ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാത്തത്? ആരും എനിക്കിട്ട് ചെയ്തു. ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞോ? അല്ല. പരിശുദ്ധാത്മാവ് പറയുന്നത് നീ മക്കളാണ്, ജീവനും സമാധാനമാണ്. അപ്പൊ വചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥം വന്ന് നിങ്ങളെ എന്നോട് കേട്ടതൊക്കെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവിന്റെ ഓർമ്മപ്പെടുത്തലിന് നന്ദി അപ്പ, നന്ദി യേശു. എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു കുടുംബത്തിന്റെ അകത്ത് ഈ കട്ടിങ് മെഷീൻ ഉണ്ടല്ലോ, ഈ നമ്മൾ ഈ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന കട്ടിങ് മെഷീൻ, അതിങ്ങനെ ഒരു
ഒരു കട്ടിംഗ് മെഷീൻ വീടിന്റെ ഹോളിന്റെ അകത്ത് ആ കുറെ സാമഗ്രികൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. അതൊരു ഗ്രീൻ കളറിലെ മെഷീനാണ് ഞാൻ കാണുന്നത്. ആ ഇരിക്കുന്ന ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. 2 വട്ടം ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ മിഷനറി ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 വട്ടം ശരീരത്തിൽ വളരെ വലിയൊരു ഇഞ്ചുറി ഉണ്ടാകേണ്ടത്. 2 വട്ടം നിങ്ങൾ രക്ഷപ്പെട്ടതല്ല, ദൈവം കാത്തതാ കേട്ടോ. നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു, 2 വട്ടം ദൈവം കാത്തതാണ്. ഞാൻ ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ ഭവനം യേശുവിന്റെ നാമത്തിൽ ഏതാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് നാളുകളായിട്ട് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടങ്ങളുണ്ടായി. അതായത് നഷ്ടം എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പലപ്പോഴും ഉയരേണ്ട സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നന്മകളെ അപഹരിച്ചെടുത്തുകൊണ്ട് പോയി. ആ നന്മ കാണാൻ കഴിയാതെ നിങ്ങൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറയാനുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്താൽ മതി സൂമില്, അല്ല എങ്കിൽ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ശ്രദ്ധിച്ച്, ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ 2 വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നന്മകളെ അപഹരിച്ചുകൊണ്ട് പോകാൻ നിന്നതാണ്. പക്ഷെ ഇന്ന് കർത്താവ് അവരെല്ലാം നടുവെ മാനിക്കാൻ വേണ്ടി പോവാ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടി. എന്റെ ഉള്ളത്തിൽ പറഞ്ഞു, നിങ്ങൾ പറയും ബ്രദറെ ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ബ്രദറെ. ഞാൻ ഞങ്ങളുടെ ശബ്ദ ഭവനത്തിൽ നിന്ന് കേൾക്കുക. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. അവരാരും സഹായിച്ചില്ലെങ്കിലും ഇനി എതിരെ നിൽക്കുന്ന വ്യക്തികൾ എത്ര ശക്തന്മാരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ. നിങ്ങൾ ഈ ഞാൻ പറയാൻ വേണ്ടിയാണോ എക്സ്ട്രാ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? ആമേൻ പറഞ്ഞ ആള് അല്ലെങ്കിൽ ബ്രദറെ, എന്റെ വീട്ടില് ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ഈ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ തെറ്റി നെഞ്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തട്ടി മാറിപ്പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്റെ ഹസ്ബൻഡ് താഴെ ബാൽക്കണിയിൽ ഇതിന്റെ മേളിൽ കയറി നിന്ന് ചെയ്യുമായിരുന്നു. അന്നേരം അങ്ങനെ ഒരു പ്രാവശ്യം അപകടത്തിൽ നിന്ന് മാറി കർത്താവ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ 6-9 മാസമായിട്ട് പുള്ളി ഓരോ അസുഖങ്ങളുമായിട്ട് ഇങ്ങനെ നേരം ഇപ്പൊ ഞാൻ തന്നെയാ ഇവിടെ ഉള്ളത്. ഈ സാധനം ഇപ്പൊ എവിടെയാ സിസ്റ്റർ ഇരിക്കുന്നത്? മിഷ്യൻ ഞങ്ങളുടെ ഹോളിന്റെ അകത്താണ് ഇരിക്കുന്നത്. കണ്ടോ? സ്വോത്രം സിസ്റ്ററെ, ഇത് ഞങ്ങൾ കാണാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. കർത്താവ് പറയുന്നു, 2 വ്യക്തികൾ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സ്ട്രൈക്ക്, അതായത് പല സമയത്തും ഞാൻ കാണുന്നൊരു കാഴ്ച, ആ വ്യക്തികൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. ഇന്ന് കർത്താവ് പറയുന്നു, ഇനി ഈ ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞോണേ, ആരുമില്ലെങ്കിലും യേശു കൂടെയുണ്ട്. സങ്കീർത്തനം പറയുന്നു, എന്റെ സഹായം, ഇങ്ങനെ തന്നെ പറയും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പലപ്പോഴും ഭവനത്തിന്റെ അകത്ത് മുഴഞ്ഞും കേൾക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുക. നമുക്ക് അവരൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. യേശുവിന്റെ നാമത്തെ ക്യാൻസൽ. യേശു ഉണ്ട് എനിക്ക്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം മതി. കർത്താവ് എന്നെ ഉയർത്തും കേട്ടോ. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, നിങ്ങളെ മാനിക്കുക കേട്ടോ. ദേശത്ത് കർത്താവ് 2 വട്ടം മരണം ഭവനത്തിൽ നിന്നും ഇന്ന് നിങ്ങളെ തൊടേണ്ടതിന് പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിസ്സാരമെന്ന് പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ട് നമുക്ക്. നമ്മൾ ഒറ്റയ്ക്കല്ല വിശ്വാസ ജീവിതത്തിൽ. ഇന്ന് സിസ്റ്റർ ആമൻ പറഞ്ഞ് സ്വീകരിച്ച് ഞാനിപ്പോ അത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ കർത്താവെ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് സ്പർശിക്കുന്നല്ലോ. ദൈവാത്മാവ് അങ്ങ് തൊടുന്നല്ലോ. തകർന്ന അവസ്ഥകളെ ഇപ്പോൾ സിസ്റ്റർ യേശുവിന്റെ നാമത്തിന്റെ കൂടെ പറഞ്ഞ്, എന്റെ സഹായം കർത്താവാന്ന് പറ. എന്റെ സഹായം കർത്താവാണ്. എന്റെ സഹായം കർത്താവാണ്. ഞാൻ അത്ഭുതം കാണുന്നു തന്നെ പറ കേട്ടോ. ദൈവം നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ തന്നെ സിസ്റ്ററെ ദൈവം മാനിക്കും കേട്ടോ. ദൈവം മാനിക്കും. എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയാണ്, ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ, ബേബിയുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവത്തിന്റെ ഒരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാണ്. ആ പേര് നോട്ട് ചെയ്തോണേ. ആ വ്യക്തി ഇപ്പൊ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി ഭവനത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം കൊണ്ടുവരിക കേട്ടോ.
നന്ദി ആമേൻ. യേശുവേ. ആ നന്ദി കർത്താവേ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി പിതാവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവെ കൃപ വ്യാപരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവെ എൻ്റെ ഭവനത്തിന്റെ മേൽ യേശുവുണ്ട്, എൻ്റെ ഭവനത്തിൽ കർത്താവുണ്ട്, ദൈവത്തിന്റെ കൃപ എൻ്റെ ഭവനത്തിലുണ്ട്. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. എല്ലാവരും ഒന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ ഒന്ന് പറഞ്ഞ് കർത്താവ്, ഏത് മാരക രോഗമായിക്കോട്ടെ, എത്ര വർഷം കാലപ്പഴക്കമുള്ള രോഗമായിക്കോട്ടെ, എത്ര വലിയ വ്യാധി ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ പറ. മെഡിക്കൽ സയൻസ് പറയുന്നു ഇനി ഒരിക്കലും അതിൻ്റെ അകത്തൊന്നും രക്ഷയില്ല. പറഞ്ഞു, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവനിൽ വാഴും, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അത്ഭുത സാക്ഷി. ഇപ്പോ ആകും, ഇപ്പോ, നാളെയല്ല, ഇപ്പോൾ കർത്താവെ അങ്ങയുടെ അത്ഭുത സാക്ഷ്യമായി ഇപ്പോൾ തന്നെ രോഗത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, വേദനകളുടെ മേൽ എനിക്ക് ജയമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞാൻ അത്ഭുത സാക്ഷ്യമായി തീരും. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ ജീസസ്, ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വെറോനിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കർത്താവ് എന്നെ കാണിക്കും. വെറോനിക്ക, ഈ പേര് എന്നെ എടുത്ത് കാണിക്കുന്ന സമയത്ത് വെറോനിക്ക എന്ന പേര് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്തൊരു വേദന, ഇത് കേൾക്കുന്ന വ്യക്തിക്ക് ഒരു വേദന. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു യാത്ര, ഒരുമിച്ചുള്ളൊരു യാത്ര കർത്താവ് എന്നെ കാണിക്കുന്നു. യാത്ര ആ സമയത്ത് ഇച്ചിരി പഴക്കമുള്ളൊരു യാത്രയാണ്. ആ യാത്രാ സമയത്ത് നിങ്ങളോട് സംസാരിച്ച ചില വാക്കുകൾ, നിങ്ങളോട് ഇടപെട്ട ചില വാക്കുകൾ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഭയങ്കര ദുഃഖമായി മാറിയ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നു, മനസ്സിൽ കയറിക്കൂടിയ എല്ലാ ദുഃഖങ്ങളും അത് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്ത് വലിയ ഭാരമാണ്. ഇന്ന് വെറോനിക്കയുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് വ്യക്തിയാണോ, സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇത് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനസ്സിൻ്റെ അകത്ത് ഭയങ്കര ഒരു സങ്കടമാണ്. ഓ യേശുവേ, ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുക. മനസ്സിൽ പറഞ്ഞു, പറഞ്ഞു. ആദ്യ ഒരു ആലോചന പറഞ്ഞില്ലായിരുന്നു, ആദ്യ ഒരു ആലോചന മനു എന്ന് പറഞ്ഞ. ആ, ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. അതെന്റെ മരുമകന്റെ അനിയനാണ് ബ്രദറെ. ആ കുഞ്ഞിന്റെ അമ്മ ഇപ്പൊ മരിച്ചു. ഭയങ്കര ചിന്തകളുമായിട്ടൊക്കെ ഉള്ള രീതിയിൽ ആ കൊച്ചു നടക്കുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ, ഏറ്റെടുത്തവന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. മനസ്സിന്റെ അകത്ത് എല്ലാ നിരാശകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവം അവനെ സാക്ഷിയാക്കും. നന്ദി യേശു, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞാൻ നന്ദി പറയുന്നപ്പാ. ഓ കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങ് വ്യക്തികളെ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് വ്യക്തികളെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഈ സമയത്ത് കൈയെടുത്ത് വെച്ചു എന്നിട്ട് പറ, കാലപ്പഴക്കം ചെന്ന എൻ്റെ രോഗങ്ങൾ ഇപ്പോൾ അത്ഭുതമാണ്, ഇപ്പോൾ അത്ഭുതമാണ്, ഇപ്പോൾ അത്ഭുതമാണ്. ഇന്ന് കർത്താവ് നിങ്ങളുടെ ശരീരത്തിൽ വേദനകൾ, വർഷങ്ങളായിട്ടുള്ള വേദനകളോട് ഇന്ന് ഗുഡ് ബൈ പറയുക. കർത്താവ് ജീവിക്കുന്നത് കൊണ്ട്, യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യവും അത്ഭുതവുമാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യക്ഷമായി സൗഖ്യം കാണും, പ്രത്യക്ഷമായി അനുഭവിക്കുവാൻ പാകത്തിൽ ശരീരത്തിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കും. നന്ദി പിതാവേ, നന്ദി പരിശുദ്ധ ആത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു സ്ക്വയർ, ചതുരത്തിൻ്റെ അകത്തിരിക്കുക. ചതുരം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചതുരമല്ല, ഈ സൈഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ ക്ലോക്ക് ഉണ്ടല്ലോ, വട്ടത്തിലും അല്ല ചതുരത്തിലും അല്ല, ഇങ്ങനെ സൈഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു ക്ലോക്ക് കർത്താവ് എന്നെ കാണിക്കുവാണ്. അത് വീടിൻ്റെ മുൻപിലെ ഹോളിൽ തന്നെയുണ്ട്, പക്ഷെ അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഞാൻ കാണുന്നൊരു കാഴ്ച, 4 മണി എന്ന് പറയുന്ന സമയത്തെ ആ ക്ലോക്ക്, നിശ്ചലമായിരിക്കുന്ന ഒരു ക്ലോക്ക് ഞാൻ ആ ഭവനത്തിൽ കാണുക. ഇതൊരു അടയാളമായിട്ട് കാണുവാണ്. ക്ലോക്കിൻ്റെയോ വാച്ചിൻ്റെയോ ഒന്നും വിഷയമല്ല ഈ പറയാൻ വേണ്ടി വരുന്നത്. ഒരു ഭവനത്തെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കും, നിശ്ചലമായിരിക്കുന്ന ഒരു ക്ലോക്ക്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നൊരു വാക്ക് പറയുന്നു. ഞാൻ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രകാശത്തെ കാണുവാണ്. ഞാൻ പ്രകാശം കാണുന്ന സമയത്ത് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിൻ്റെ അകത്തു നിന്നും നന്മയുടെ ഒരു വഴിക്കായിട്ട് ബാഗും ലഗേജുകളും എടുത്തുകൊണ്ട് ഒരു ദൂരയാത്ര, കടൽ കടന്നൊരു യാത്രയ്ക്ക് വേണ്ടി, ഒരു നന്മയുടെ യാത്രയ്ക്ക് വേണ്ടി ദൈവം ഭവനത്തിൻ്റെ അകത്ത് ഒരാളെ ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഈ അടയാളം ഏത് ഭവനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ ഇപ്പോൾ തന്നെ
യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. നന്മ ആമേൻ. കേറാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ബ്രദറെ എന്റെ വീട്ടില് ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്റർ ക്ലോക്ക് എനിക്ക് അത് ഒരു കോളാമ്പി പോലെ ഇരിക്കുന്ന ഒരു ക്ലോക്കാ. അതേല്ല 4 മണി ടൈമാ. കണ്ടോ? സ്വോത്രം. എന്റെ മോന് വേണ്ടി ഞാൻ ആ. ഈ നാളുകളിലെല്ലാം ഉപസിച്ച് സിസ്റ്റർ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ക്ലോക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ? വീഡിയോ മാറ്റാൻ പറ്റുവാണോ? ഞാൻ മോനോട് പറഞ്ഞൊന്ന് കാണിക്കാം ബ്രദറെ. ഒരു 3 മിനിറ്റ് എനിക്ക് തരുമോ? മതി, കുഴപ്പമില്ല. അപ്പൊ സിസ്റ്റർ ഈ ഞാൻ ദിവസങ്ങളിൽ മോന് വേണ്ടിയായിരുന്നു സിസ്റ്റർ ഭാരപ്പെട്ടുകൊണ്ടിരുന്നത്? ഞാൻ മോന് വേണ്ടിയാ പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഞാൻ ഒരു സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. പിന്നെ വ്യാഴം, വെള്ളി, ശനി നമുക്ക് മോന്റെ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ പാസ്പോർട്ട് ഉണ്ടോ ഞാനൊരു എടുത്തിട്ടുണ്ടോ? സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് എല്ലാം ഉണ്ട് ബ്രദറെ. അവന് ദുബൈ വരെ പോയിട്ട് വന്നു. 6 മാസമായി പോയിട്ട് ആ. ജോലി കിട്ടിയില്ല. അവനിങ്ങനെ തിരിച്ചു വന്നു. എങ്കിലും ഞാൻ ഓ, മടുത്തു യേശു. പോകാതെ ഞാൻ ഇന്ന് അവന്റെ പ്രാർത്ഥിക്കുക. ഞാൻ അവന്റെ ഇവിടുന്ന് ബ്ലോക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് അവന്റെ ബ്ലോക്ക് ദൈവം എടുത്ത് മാറ്റുക. ഞാൻ പറഞ്ഞില്ല, കർത്താവ് എന്നെ കാണിച്ചത് ഞാൻ ഈ നിശ്ചലമായ ക്ലോക്ക്, അത് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച് ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്. ഈ ക്ലോക്ക് ഞാൻ കാണുമ്പോൾ 4 സമയത്തെ ക്ലോക്ക് സ്റ്റക്കായി നിൽക്കുക എന്നുള്ളത് കർത്താവ് പറയുന്നു. ആ കുടുംബത്തിന്റെ മേലെ ഒരു വെളിച്ചം, അതായത് ഇരുട്ടിന്റെ അകത്ത് കിടക്കുവാണ്, വെളിച്ചം വെളിപ്പെടുവാണ്. ഞാൻ കേട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആലോചന കേട്ടത് ശ്രദ്ധിച്ചു നോക്കി. ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് ബാഗ് ലഗേജും എടുത്തുകൊണ്ട് കടല് കടന്നൊരു യാത്രയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് നമുക്ക് നന്മ തുറക്കുന്ന ദൈവമാണ്. ഇതൊന്ന് വീഡിയോ ആയിട്ട് ഈ 4 എന്നുള്ള ക്ലോക്കിന്റെ ഒന്ന് കാണിച്ച് ഒന്ന് വീഡിയോ കാണിച്ച് എടുത്തിട്ട് ബ്രദറിന് ഒരു 4 നിമിഷം. ക്ലോക്ക്. ബാക്കി എല്ലാവരും കഴിയുമെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന്, വേറൊന്നുമല്ല, നമുക്ക് ദൈവം കാണിക്കുന്ന കാര്യങ്ങളെ ബാക്കി എല്ലാവരും ഒന്ന് വീഡിയോ ഓഫ് ചെയ്യാവോ? എത്രയും പേരുടെ വീഡിയോ ഓണായി കിടക്കുന്നുണ്ട്. ബാക്കി ബ്രദറെ വീഡിയോ ഓഫ് കാണാമോ? ചെയ്തു. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാനിപ്പോൾ എല്ലാവർക്കും കാണുന്ന രീതിയിൽ അതിനെ ഒന്ന്, എനിക്കൊന്ന് ലൈവിലുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും തോന്നുന്നില്ല. നോക്കിക്കേ, അതിൻ്റെ ഒരു ഷേപ്പും ഉണ്ട്, വട്ടത്തിലും അല്ല, ഒരു സ്ക്വയർ, ഞാൻ പറഞ്ഞില്ല ചതുരവും അല്ല, പക്ഷെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ. നോക്കിയാൽ 4 എന്നുള്ളൊരു സമയത്തിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് കർത്താവെ, തലമുറയുടെ ഇത് കഴിയുമ്പോൾ തന്നെ സിസ്റ്ററെ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് യേശുവിന്റെ ഇപ്പൊ ഒരു വീഡിയോ, സിസ്റ്റർ ഇത്ര നേരം വീഡിയോ വല്ല ഓണാക്കി വെച്ചേക്കുമായിരുന്നോ? അല്ല ബ്രദറെ, ബ്രദർ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ വിളിച്ചുകൊണ്ട് വന്ന് കണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ നന്മയെ ബ്ലോക്ക് ആക്കി വെച്ചിരുന്ന മേഖല കേട്ടോ. ഇസ്രായേൽ പാസ്പോർട്ട് എടുത്തിട്ട് ഇപ്പൊ തന്നെ കൈവച്ചോണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ 5 എന്നൊരു നമ്പർ കാണും. അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 5 എന്നൊരു നമ്പർ കാണും. 5 എന്നൊരു നമ്പർ കാണുവാണ്. അവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, നമ്പരുമായിട്ട് എന്തോ ഒരു ബന്ധം ആ മകനുണ്ട്. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാ. കർത്താവെ, ഇന്നലെ തടസ്സത്തെ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ഇന്നലെ ഇങ്ങനെ പറഞ്ഞില്ലേ ഓരോ ഡേറ്റ് ഒക്കെ വെളിപ്പെടുത്തി തരുമെന്ന്. അപ്പൊ ഞാനിങ്ങനെ നവംബർ 7 എനിക്കിങ്ങനെ വെളിപ്പെട്ട് കിട്ടിയായിരുന്നു ഇന്നലെ, നവംബർ 7. ആമേൻ. അത് കൈവച്ച് സിസ്റ്റർ എഴുതി വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചോണം. ആ ഡേറ്റ് എഴുതി വെച്ചോണം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കാൻ വേണ്ടി പോട്ടോ. നന്ദി യേശുവേ. ബ്രദറെ പാസ്പോർട്ട് വേണ്ട. ഒരു മിനിറ്റ് സിസ്റ്റർ, ആ പാസ്പോർട്ടില് ഈ 5 എന്നുള്ള നമ്പർ അതിൽ വല്ല ഉള്ളതാണോ നോക്കി, ചുമ്മാ നോക്കിക്കേ. ഈ നമ്പർ അതിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ 5 എന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട്, ഇല്ലെങ്കിൽ 5 എന്നുള്ള നമ്പർ എഴുതിയിട്ടോടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ബ്രദറെ. AG5 5 എന്നുള്ളത് 5 തുടങ്ങുന്നത്. AG5 ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈയെടുത്ത് വെച്ചോ. ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്യുന്നപ്പോ ആ പാസ്പോർട്ടിനോട് സീലി വീഴട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. സ്ട്രേറ്റ് എടുത്തു കേട്ടോ. പല ആൾക്കാരും എനിക്കറിയാം, പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കി പറയും. ഇപ്പൊ ഓടിച്ചെല്ല് വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് ദേവദാസന്മാര് കളിയാക്കി പറയാറുണ്ട്, പല ദേവദാസന്മാരെയും ശുശ്രൂഷകരെയൊക്കെ. ഞാനൊരു കാര്യം പറയാം, ദൈവത്താൽ അയക്കപ്പെടുന്ന യാത്രയുണ്ട്. ഞാൻ കേരളത്തിൽ ഇരുന്നയാളാ, കോട്ടയത്ത്. എന്നെ ദൈവം ഈ രാജ്യത്തോട്ട് 2018 തമ്പുരാൻ പറഞ്ഞ് ഞാൻ നിന്നെ ഈ UK അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് പ്രകാരം ഞങ്ങൾ വന്നതാ. ദൈവം അയക്കും.
അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാ വഴികളെ തുറക്കും, അതൊരിക്കലും തിരസ്കരിക്കരുതേ. അതുകൊണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും സംശയം വന്നാൽ, പലർക്കും സംശയം വരും, ഈ ദുരുപദേശം എല്ലാം കേട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെയെല്ലാം നമ്മൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ചിന്ത വരും, ദൈവം ഇങ്ങനെ രാജ്യങ്ങളുടെ വഴി തുറക്കുന്ന ആളാണ്. അതെ, അബ്രഹാമോട് തമ്പുരാൻ പറഞ്ഞില്ല, നീ പോ, കൽദേറ പട്ടണമായ ഊരിൽ നിന്ന് നീ പോ, ഞാൻ പറഞ്ഞ ദേശത്തേക്ക് നീ പോ. അന്ന് ഫ്ലൈറ്റ് ഇല്ലായിരുന്നുകൊണ്ട് അബ്രഹാം നടന്നുപോയി, കിലോമീറ്ററോളം മൈലുകൾ താണ്ടി അവർ പോയി. ഇന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അബ്രഹാം ഫ്ലൈറ്റേ പോയേനെ. സ്വത്രം. ദൈവത്താൽ അയക്കപ്പെടുന്ന യാത്രയുണ്ട്. അതാ ഞാൻ ആ 5 എന്നുള്ള നമ്പർ എടുത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അവരെ ചോദിച്ചത് പാസ്പോർട്ടിൽ, അപ്പം പാസ്പോർട്ടിൽ നമ്പർ തുടങ്ങുന്നത് തന്നെ ആ 5 സ്വത്രം കർത്താവി. അതിൽ സീല് വീഴാൻ വേണ്ടി പോകട്ടോ. പരിശുദ്ധാത്മാവേ, കൃപ കൃപ കൃപ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. 1-2 കാര്യം ഇങ്ങനെ പറഞ്ഞോട്ടെ. ഇന്ന് നമുക്ക് വൈകിട്ട് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ സമയം വെക്കുന്നില്ല. ഓൾ നൈറ്റ് ദൈവം നമ്മളെ അങ്ങനെ ഒരു നിയോഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുഴുരാത്രി ഇരിക്കാം. ഇല്ല, ഇനി എത്രത്തോളം ദൈവാത്മാവ് കൊണ്ടുപോകുന്നു അത്രത്തോളം നമുക്ക് ആ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാം. ഇന്ന് രാത്രിയിൽ ഇന്ത്യൻ സമയം 1 മണി മുതലുണ്ട്. നിങ്ങൾ 10 മണി മുതൽ അങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ, കുഴപ്പമില്ല. ഞാൻ ആ സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. നാളെ നമുക്ക് UK ടൈം 3 മണിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ ലിങ്ക് ഇടാക്കാം. നമുക്ക് ഈ വിമൻസിന്റെ പ്രാർത്ഥനയുണ്ട്, ലേഡീസ് പ്രാർത്ഥനയുണ്ട്. അതിന്റെ ലിങ്കും ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സമയം ഒന്ന് കൺഫേം ചെയ്യാം അതിൻ്റെ അകത്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിന്നെയും പ്രാർത്ഥിച്ചു, യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവി, നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി അപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു, ഈ ശശികല എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊടുക്കൽ വാങ്ങലുകൾ, നന്മ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കുകയും ആ കൊടുക്കൽ വാങ്ങലുകൾക്കകത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും സങ്കടപ്പെട്ട ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ശശികല എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളത് കർത്താവ് പറയുന്ന ആ വ്യക്തി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ആ വ്യക്തിയിലൂടെ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ വ്യക്തിയുമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ശ്രദ്ധിച്ചോണേ. ബന്ധം മാത്രമല്ല, കൊടുക്കൽ നന്മ, ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങലുകൾ സംഭവിച്ചു. നമ്മൾ പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണമേ. നമുക്ക് എല്ലാ നന്മയും, നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പറയും ഈ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞ ഒത്തിരി നന്മ വരുന്ന അല്ല ദ്രവ്യാഗ്രഹം. ദൈവഹിതമല്ലാത്ത നന്മകളാണ് ദ്രവ്യാഗ്രഹം. യൂദയുടെ കയ്യിലായിരുന്നു യേശു പണസഞ്ചി കൊടുത്തു, ഒരു കുറവുമില്ല. യൂദയ്ക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം, ഉപയോഗിക്കാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ ദൈവഹിതമല്ലാത്ത രീതിയിൽ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്. ദൈവത്തെക്കാൾ ഉപരി നന്മയെ സ്നേഹിക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്. അപ്പം നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ, എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇന്ന് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണേ. ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഈ കീർത്തി എന്ന് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ബ്രദർ, എനിക്കൊരു വിഷമം. ബ്രദറെ കൊടുക്കൽ വാങ്ങല് പറഞ്ഞ ഞാൻ എൻ്റെ ആങ്ങളക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര വിഷമാണ്. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ അവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതാണ്. അവർക്ക് എന്താ കൊടുക്കാൻ കഴിയാ? എൻ്റെ മോന് കുറച്ച് കഴിവുണ്ട്, പക്ഷെ അവനൊന്നും തരുന്നില്ല. എൻ്റെ സ്വർണം, എൻ്റെ 2 വള, ഒരു ചെയിനെല്ലാം ഞാൻ കൊടുത്തു അവർക്ക്. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു, അത് അവരെന്ത് ചെയ്തു, പണയം വെച്ചോ എന്താ ചെയ്തതെന്ന് അറിയില്ല. ഇപ്പൊ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഒരു 2-3 വർഷം 4 വർഷം എന്തോ ആയി. അപ്പൊ ഞാൻ ചോദിച്ചു, അത് എന്താ ചെയ്ത മോളെ എന്ന് ഞാൻ ആങ്ങളെന്റെ മോളെടുത്ത് ചോദിച്ചപ്പോ അവള്, മൂത്തമ്മ എന്തിനാ കൊടുക്കാൻ പോയെ, ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞു അത് വാങ്ങണ്ടാന്ന്. അങ്ങനെ ഒരു വിഷമമുള്ള വാക്കുകൾ അവള് പറഞ്ഞു എന്നോട്. സിസ്റ്റർ, അത് കുഴപ്പമില്ല. നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും. നമ്മുടെ നന്മ നമ്മളിലേക്ക് മടങ്ങി വരാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. സങ്കീർത്തനത്തിൽ ഈ വാക്യം പറഞ്ഞാൽ, അത് എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. നമ്മൾ സഹായിച്ചതാണ്, പക്ഷെ നമുക്കിപ്പോൾ അത് സങ്കീർത്തനം റീത്ത സൗകര്യ വാക്യം 128:2
ഈ വാക്യം പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നന്മ നമ്മളിലേക്ക് മടങ്ങി വരും. ബൈബിൾ പറയുന്നത് പോലെ തന്നെ ആ വചനം ഏറ്റുപറയും. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. നമ്മൾ സഹായിച്ചതാണ്, പക്ഷെ ഇപ്പം നമുക്ക് വിരോധമായി നിൽക്കുകയാണ്. നമ്മുടെ നന്മ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കതിനെ അറിയാം. ഇതുപോലെ എനിക്ക് ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ആലോചന കേട്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേര് ദൈവാത്മാ വെളിപ്പെടുത്തിയിട്ട് ഒരു വള ഒരു സഹോദരി ഊരി പണയം വെക്കാൻ കൊടുത്തിട്ട് നാളുകളായിട്ട് അതിൻ്റെ മേൽ പുറകെ കരഞ്ഞു നടക്കുക ഒരു വ്യക്തി. പക്ഷേ ദൈവാത്മാവ് അത് ഇടപെട്ട് വർഷങ്ങളായിട്ട് കൊടുത്തതാ, തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ആ പ്രവചനാലോചന സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിച്ച് ആമേൻ പറഞ്ഞിട്ടെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ആ വ്യക്തി ആ വളയാണോ നന്മയാണോ അത് മേടിച്ച പൈസ തിരിച്ചു കൊടുത്തു. വർഷങ്ങളായി. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? ആലോചനയും ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് തോന്നുന്നത് 3-4 മാസം മുമ്പ് നടന്ന വളയും പൈസയും വളയും പൈസയും അതും 3 ദിവസം. ആ 3 ദിവസം ഞാൻ ആഗ്രഹിക്കുന്നില്ല അവര് തരണ്ട, അവർക്ക് ഇല്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവര് ഒരു വല്ലാത്തൊരു വാക്കാ പെൺകുട്ടി. ചെറിയ അത് സാരമില്ല സിസ്റ്റർ, ഞാൻ പറഞ്ഞു ഇതേപോലുള്ള ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വാക്കുകളെ നമുക്ക് കേൾക്കുന്ന മുറിവുകളെ പറ്റി ഒരു കാര്യം നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി സംസാരിച്ചല്ല സിസ്റ്ററെ നമുക്ക് മുറിവേൽപ്പിക്കാൻ തക്കവണ്ണം ആ വ്യക്തിയുടെ നാവിനെ പിശാച് ഉപയോഗിച്ചതാണ്. അത് ശ്രദ്ധിച്ചോണം. അത് വേറൊരു വിഷയമാണ്, ഞാനിത് എടുക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തി തരണ്ടെന്ന് പറയണ്ട, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് 2 കാര്യം സംഭവിക്കും. ഒന്ന്, സിസ്റ്ററുടെ നന്മ വരികയും 2, ആ നന്മ തരാൻ തക്കവണ്ണം അവർക്ക് കപ്പാസിറ്റി ദൈവം കൊടുക്കുക. 2 കാര്യം നടക്കും. ഒന്ന്, അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക തകർച്ച ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പൈസ കൊടുത്തല്ലേ, സഹായിച്ചതാണ് അവരെ. പക്ഷെ അതിപ്പോൾ നഷ്ടപ്പോട്ടെ, അത് പോട്ടെ എന്ന് വെക്കണ്ട, അതെനിക്ക് വേണം, എൻ്റെ അധ്വാനമാണ്, എനിക്ക് ഭക്ഷിക്കണം. അത് മാത്രം അങ്ങനെ പറയുമ്പം അവര് അത് തരാനുള്ള കപ്പാസിറ്റി ദൈവം കൊടുക്കുകയും അവരനുഗ്രഹിക്കപ്പെടുകയും അത് തിരിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം അവരെയും നിങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ തന്നെ വിഷമിക്കേണ്ട. ഹൃദയത്തിൽ കൈവച്ചിട്ട് പറ, കർത്താവ് ഞാൻ ആ കേട്ട വാക്ക് എന്നെ മുറിവേൽപ്പിച്ചു. പക്ഷെ ആ വ്യക്തി അല്ല കേട്ടോ, മോളല്ല പറഞ്ഞത്. നമ്മൾ കേട്ടില്ല, യൂദായുടെ ഹൃദയത്തെ കവർന്നത് പോലെ ഹൃദയത്തിൻ്റെ അകത്ത് വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന തന്ത്രമുണ്ട് അവന്റെ. അത് ആ വ്യക്തിയല്ല, വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന ദുരാത്മാവാണ്. യേശു എൻ്റെ ഹൃദയത്തിലേറ്റ മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണം. ശരീരത്തിലെ രോഗം പോലെ തന്നെ മനസ്സിൻ്റെ അകത്തും സൗഖ്യം നടക്കും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് സൗഖ്യം അനുഭവിക്കുന്നവരൊന്ന് ചെക്ക് ചെയ്യണമേ. സൗഖ്യം അനുഭവിക്കുന്നവർ ചെക്ക് ചെയ്യണമേ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അൽഫോൻസ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. 3 തലമുറകളുണ്ട്. ആ 3 തലമുറയ്ക്കകത്ത് ഏറ്റവും ഇളയതൊരു ആൺകുഞ്ഞാണ്. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട്, അൽഫോൻസായുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇളയതൊരു ആൺ തലമുറയാണ്. ബാക്കി 2 പെണ്ണാണ്. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൊണ്ട് പറയുന്നു. ആ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ സ്വീകരിച്ചു. ബ്രദർ കീർത്തി എന്ന് പറഞ്ഞത് മുഴുവൻ പറഞ്ഞില്ല ബ്രദർ. കീർത്തിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? നന്ദി യേശുവേ. കീർത്തി ആരാ സിസ്റ്റർ? അത് എന്റെ മകളാണ്. മകളാ. കർത്താവ് ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് മകളുടെ ജീവിതത്തിന്റെ മേൽ കർത്താവിനെ കീർത്തിയോട് സംസാരിക്കുന്ന സമയത്തല്ലേ പെട്ടെന്ന് ആ സഹോദരി സംസാരിച്ചത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. കർത്താവ് ഞാൻ ആ കീർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ആ കീർത്തിയുടെ ഭവനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു. ഞാൻ ആ കീർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം 12 വർഷമായിട്ട് ആ ഭവനത്തിന്റെ തലയ്ക്കു മീതെ ഞാൻ കാണുന്നൊരു കാഴ്ച. 12 വർഷത്തിന്റെ അകത്ത് ഒരു വ്യക്തി, ആ കുടുംബത്തിന്റെ അകത്ത് ഒരു വ്യക്തി മുഖാന്തിരം കയറിക്കൂടിയ ഒരു ശാപം. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ശാപമുണ്ടോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഇന്ന് മുതൽ കേട്ടോണം, നമ്മുടെ ഭവനത്തിന്റെ അകത്ത് അന്യായമായി കയറിക്കൂടിയതിനെ ഇന്ന് അതിനെ പുറത്താക്കണം. 12 വർഷമായിട്ട് സിസ്റ്റർ ആ ഭവനത്തിന്റെ അകത്ത് കയറിക്കൂടി ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ അധികം ശരീരവലിപ്പൊന്നുമില്ല, മെലിഞ്ഞ അത്ര വലിയ തിന്നായിട്ടുള്ള മനുഷ്യനല്ല. എന്നാൽ അത് ഞാൻ കാണുന്നത് ഈ മീശ ഇങ്ങനെ കൊമ്പമീശ പോലെ ഇങ്ങനെ പിരിച്ചു വെക്കുന്ന ഒരു മനുഷ്യന്റെ മുഖമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ആ വ്യക്തിയുടെ ശരീരത്തെ കാണാൻ പറ്റുന്നില്ല, ആ വ്യക്തിയുടെ രൂപത്തെ എനിക്ക് കാണാൻ, അതായത് ഫേസ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നത്, ശരീരത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കീർത്തിയുമായിട്ട് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തലമുറകളുടെ മേൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന സകലത്തെയും ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പ, ആ വ്യക്തി മുഖാന്തരം കയറിക്കൂടിയത് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നപ്പ കർത്താവെ, കാലപ്പഴക്കം ചെന്നത് യേശുവിന്റെ നാമത്തിൽ
ദൈവാത്മാവെ അങ്ങയുടെ ശക്തിയാൽ അത് മുറിച്ചു വിടുന്നപ്പ. താങ്ക് യു ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണ കൃത്യയുടെ ഭവനം ദൈവത്തിന്റെ സാക്ഷ്യമായി കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ. നന്ദി ബ്രദർ, കർത്താവ്. അതെന്റെ മകളാണ്. അവളെ കുടുംബജീവിതം തകർന്നു കിടക്കുവാണ്. ഒരു സിസ്റ്ററെ, 1.5 വയസ്സുള്ള മോളുണ്ട്. ഇന്ന് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും കേട്ടോ. ആമേൻ 12 ആമേൻ ആമേൻ. വർഷങ്ങളായിട്ടുള്ള ഒരു വിഷയത്തിന്റെ ഒരു 25 ആക്ട്. വയസ്സേ ആയിട്ടുള്ളൂ ബ്രദർ. അവൾക്ക് 25 വയസ്സേ ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം ആവുന്നില്ല. ഇത് സിസ്റ്റർ ഇന്ന് തുടങ്ങിയ വിഷയമല്ല. 12 ആ, വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ ഒരു സംഭവത്തിന്റെ എഫക്റ്റ് ആണ് നിൽക്കുന്നത്. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ലെന്ന് അതെ. ബൈബിൾ വചനം ഉള്ളിടത്തോളം കാലം മകളുടെ ആമേൻ സ്വസ്ഥതയെ കടത്തുന്ന, അവളുടെ ഈ ജീവിതത്തെ തകർക്കുന്ന എല്ലാ ശാപത്തെയും മുറിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആരാധന ബ്രദർ, ഭവനത്തിൽ ഉയരും. 28-ാം തീയതി അവിടെ കൗൺസിലിംഗ് ആണ് ബ്രദർ. അവളെ ഹസ്ബൻഡും വരും കോടതിയിൽ. അപ്പൊ ആ ഒരു പ്രാർത്ഥന, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രദർ. ആ എന്റെ കുടുംബം ഒന്ന് യേശുവെ ഒന്നിച്ച് ഞാനിന്ന് വന്ന് കിട്ടും. പ്രാർത്ഥിക്കുന്നപ്പോ ഇതിന്റെ 2 റിസൾട്ട് അവിടെ ഞങ്ങൾ വയസ്സായവർക്ക് ഇതിന്റെ ആമേൻ. 2 റിസൾട്ട് അവിടെ വയസ്സായില്ല ബ്രദർ മോന്. ഇതിന്റെ റിസൾട്ട് അവിടെ കാണും സിസ്റ്റർ. ഇതിന്റെ റിസൾട്ട് അവിടെ കാണും ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണത്തെയും കാരണത്തിനുളവായതിനെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടുന്നപ്പ. ഇൻ ദ നെയിം ആമേൻ ഓഫ്, എന്റെ ഈ ദിവസങ്ങളിൽ ആ കോടതി ചെല്ലുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെടും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ നന്ദി കർത്താവേ, നന്ദി ആമേൻ. കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, നമുക്ക് സമയം ഇച്ചിരി മുന്നോട്ട് പോയി ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ കൃപയാൽ ഒന്നെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്. വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് മീറ്റിംഗ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബഹളം വെക്കാനോ ഒച്ച വെക്കാനോ ബഹളം വെക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ പ്രാർത്ഥനയോടെ പറഞ്ഞു. ഇന്നു മുതലേ കർത്താവ് എന്നോട് ഇടപെടണമേ. ഇന്ന് നിങ്ങൾ കേട്ടല്ലോ, ദൈവം ആലോചനയാൽ, പ്രവചനാലോചനയാൽ പരിശുദ്ധാത്മാവ് ഭവനങ്ങളെ തുടർന്ന് കണ്ടോ. അവരുടെ വിഷയത്തെ ദൈവം ഇടപെടുന്ന, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, വ്യക്തിപരമായ കാര്യങ്ങളെ ദൈവം തൊടുക നിങ്ങളുടെ വിഷയത്തിന്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയോടെ, കഴിഞ്ഞ പ്രാവശ്യം വന്ന് വളരെ നമുക്ക് നിരാശയായിരുന്നു. കാരണം വെച്ചാൽ നിരാശ എന്ന് പറഞ്ഞ വിഷയത്തിനല്ല, ആളുകൾ പലരും ആ സീരിയസോടെ വരുന്നില്ല. നിങ്ങളിതൊരു സൂമിലാണ് ഇരിക്കുന്നതെങ്കിലും ഇതൊരു ഒരു ചർച്ചിലിരിക്കും, ഒരു പള്ളിക്കകത്തിരിക്കുന്ന മനോഭാവത്തിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെറിയ കാര്യമല്ല, പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പള്ളിയിൽ എങ്ങനെ വരുന്നോ പ്രാർത്ഥനയോടെ ആ ഒരുക്കത്തോടെ തന്നെ നിങ്ങൾ വരണം. ദൈവം എന്നോട് ഇടപെടും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ അടുക്കളയിൽ നമ്മൾ ചോറ് വെക്കാതിരിക്കുന്ന പോലെ വന്നിരിക്കരുത്. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ബൈബിളൊക്കെ എടുത്തുകൊണ്ട് വാ. അങ്ങനെ വേണം വന്നിരുന്ന് കേൾക്കാൻ. ദൈവാത്മാവ് ഇടപെടും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി, കൃപയ്ക്കായി നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഒന്ന് കൈയെടുത്ത് വെച്ച്. ഇന്ന് അത്ഭുതവാ, ഇന്ന് അത്ഭുതവാ. ആ വേദനകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മാറും. കർത്താവ് പറ, എന്റെ യേശു എന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. എന്റെ കർത്താവ് എന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. ആ രോഗത്തിന്റെ പേര് പറ. നിങ്ങളുടെ അനുഭവിക്കുന്നത് ക്യാൻസർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഹാർട്ട് പ്രോബ്ലം ആയിക്കോട്ടെ, കിഡ്നി ഫെയിലിയർ ആയിക്കോട്ടെ, ബ്രെയിൻ്റെ വിഷയമായിക്കോട്ടെ, ഞരമ്പ് വിഷയമായിക്കോട്ടെ, ആ രോഗത്തെ ഇനി ഏത് ആണിയോ എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞോട്ടെ, യേശുവിൻ്റെ ഇന്ന രോഗം, ആ രോഗത്തിന്റെ പേര് പറ. എൻ്റെ യേശു അത് വഹിച്ചതാ, എൻ്റെ യേശു എനിക്ക് വേണ്ടി അനുഭവിച്ചതാ. അത് നിമിത്തമുണ്ടായ വേദനകൾ, കാൽവരി ക്രൂശിൽ തമ്പുരാൻ അനുഭവിച്ചത്, ആ മുറിവേറ്റപ്പോൾ ആ പ്രാണഭയത്താൽ, പ്രാണവേദനയാ യേശു നിലവിളിച്ചത്. ഞാൻ കരയേണ്ട സ്ഥാനത്ത് യേശു കരഞ്ഞു. ഞാൻ വേദനയാൽ നിലവിളിക്കേണ്ട സ്ഥാനത്ത് യേശു നിലവിളിച്ചു. ഇനി ഞാൻ നിലവിളിക്കത്തില്ല തീരുമാനിച്ചു. യേശുവിന്റെ അടിപ്പിണരാൽ, യേശുവിന്റെ അടിപ്പിണരാൽ, കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തിരുമുറിവ് നിങ്ങളുടെ രോഗത്തിന്റെ മേൽ, വേദനകളുടെ മേൽ അത്ഭുത സൗഖ്യമായി വന്നിരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നില്ല. വേദന വിട്ടുമാറോടെ കൈവച്ചു. കൈയുടെ മേൽ, നട്ടലിന്റെ മേൽ, അസ്ഥികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ, കണ്ണുകളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിങ്. കർത്താവേ നന്ദി യേശു. അശൂന്യമായ പേഴ്സൊക്കെ എടുത്തു വെച്ച് കടഭാരത്തിന്റെ ദുരാത്മാക്കൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക യേശുവിന്റെ നാമത്തിൽ.
ഞെരുക്കങ്ങൾ, ബിസിനസ്, ജോലിയിലൊക്കെ വർധനമുണ്ടാവുക. വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ ഭാവിയുടെ അടഞ്ഞുപോയതെല്ലാം തുറക്കട്ടെ. 2025 തലമുറകളുടെ പേരിൽ സാക്ഷ്യം പറയാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ മേൽ മദ്യപാനത്തിന്റെ ദുരാത്മകൾ ഇറങ്ങട്ടെ. തലമുറകളെയും ഭർത്താവിനെയും കുടുംബങ്ങളെയും ഒക്കെ ബന്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നപ്പ. ഡെലിവറൻസ് ഇപ്പോൾ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയും, യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടും, യേശുവിന്റെ നാമത്തിൽ സകലത്തിന്റെ മേൽ ജയം ജയം ജയം. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രോഗങ്ങളുടെ മേൽ, വേദനകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുന്നല്ലോ, തീ ഇറങ്ങുന്നല്ലോ, തീ ഇറങ്ങുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവി, നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി. അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സൗഖ്യമാക്കുന്ന എൻ്റെ കർത്താവാണല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ യേശു തൊട്ടുകേട്ട്. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു, കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. നന്ദി പരിശുദ്ധാത്മാവി. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിപ്പോൾ സാക്ഷ്യത്തിന്റെ സമയമാണ്. സാക്ഷ്യമുള്ളവർക്ക് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള സമയമാണ്. ഒരു നിമിഷം അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ സുവിശേഷം ലോകമെമ്പാടും നമുക്ക് അറിയിക്കണം. അതിനുവേണ്ടി സഹായമല്ല ചോദിക്കുന്നത്, പകരം ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അകത്തുനിന്നും വിതയ്ക്കുന്നതാണ്. വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ശൂന്യമായിരിക്കുന്നവരല്ല, നിറവുള്ളവരാ. ദാരിദ്ര്യത്തിന്റെ ശാപത്തെ കർത്താവ് ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ക്രിസ്തുവിൽ ബഹുസമ്പന്നന്മാരാണ്. ആ ബഹുസമ്പന്നനക്കകത്തു നിന്നാണ് വിതയ്ക്കുന്നത്. കർത്താവ് അവരുടെ ജോലിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അവരുടെ വരുമാന മാർഗത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെയാണോ അവർ തകർന്നിരിക്കുന്നത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തകർന്ന അവസ്ഥകൾ വിട്ടുമാറട്ടെ, നിരാശകൾ വിട്ടുമാറട്ടെ, എല്ലാ ശൂന്യമായ അവസ്ഥകളും വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ കർത്താവെ ഇപ്പോൾ തന്നെ വർധനവിനെ കൽപ്പിക്കുന്നവ വിതയ്ക്കണം കേട്ടോ, വിതയ്ക്കണം, വാരി വിതറി കൊടുക്കണം. ദൈവരാജ്യത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ വിതയ്ക്കുന്നത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞപോലെ നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ പറയേണ്ട സമയമല്ല ഇത്. പ്രയർ റിക്വസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ ഉള്ളവര് പറയണം. ദൈവം എന്താണോ ചെയ്തത് അത് മാത്രം നിങ്ങൾ പറയുക. ഇനി വീണ്ടും പറയുന്നു, മറ്റു മതങ്ങളെയോ മറ്റു വിശ്വാസങ്ങളെയോ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഒരു മതത്തിന്റെ പേരെടുത്ത് പറയരുത്. ഇത് നമുക്ക് ലൈവ് പ്ലാറ്റ്ഫോമിൽ പോകുന്നതാണ്. മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്ന, പ്രകോപനം ഉണ്ടാക്കുന്ന ഒന്നും പറയരുതേ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. കർത്താവ് ഞാനൊരു സാക്ഷ്യം പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ബ്രദറെ, എനിക്ക് മെഡിക്കൽ സ്റ്റോർ ആണ് ബ്രദറെ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ എന്നും എനിക്ക് കട പൂട്ടണം തന്നെ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയില്ല, ഞാൻ പൂട്ടില്ല, എന്റെ ദൈവത്താൽ ഞാൻ ജയിക്കും, എന്റെ ദൈവത്താൽ ഞാൻ ജയിക്കും, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വെള്ളിയാഴ്ച 3:30 മണിക്ക് എന്നും ഞാൻ ആ സൈഡിൽ 3 തൊട്ട് 4 വരെ കിടന്ന് ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങും. ആ സമയം 3:30 മണിക്ക് ഒരു ബൈക്ക് എങ്ങനെ വന്നേന്ന് അറിയാൻ പാടില്ല, അടിച്ചു കയറി കടയുടെ അകത്ത് വന്ന് അങ്ങോട്ട് വീണു. മൊത്തം ചില്ലും മുഴുവൻ അങ്ങോട്ട് ചിതറി വീണു. അപ്പൊ അന്ന് ഞാൻ കിടന്നില്ല, ഞാൻ ഇപ്പുറത്ത് നീങ്ങിയിരിക്കായിരുന്നു. എൻ്റെ മോള് അതേ സ്പോട്ടിൽ ഇരിക്കണായിരുന്നു, ആ വണ്ടി കയറി അതേ സ്പോട്ട്. അപ്പൊ അവള് എന്നോട് പറഞ്ഞു, അമ്മ കിടക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല. അന്ന് ഞാനൊരു കോലുമിഠായി തിന്നിട്ടേന്ന് പറഞ്ഞു. അവള് എഴുന്നേറ്റ് വന്ന് ആ മിഠായി പൊട്ടി വായിലേക്ക് വെച്ചു. ഞങ്ങൾ 3 പേര് അതിന്റെ അകത്തുണ്ടായിരുന്നു ബ്രദറെ. ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. എൻ്റെ മോളുടെ മേത്ത് 2 ചെറിയ ചില്ല് കൊണ്ടതല്ലാണ്ട് ഞങ്ങൾക്ക് ഒരാപത്തും, അത്രയും ചില്ലിടിഞ്ഞു വീണിട്ട് ഒരാപത്തും സംഭവിക്കാതെ ദൈവം ഞങ്ങളെ കാത്തു. കർത്താവിന് നന്ദി. അതുപോലെ ഒത്തിരി ഇപ്പൊ എനിക്ക് വചനം പറയാനുള്ള, ഞാൻ എപ്പോഴും ഇങ്ങനെ വചനം പറയുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് നിരാശയായിരുന്നു ബ്രദർ. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ച സമയത്ത് ഞാൻ പണ്ടേ ഇടിഞ്ഞു ഒളിഞ്ഞു വീണ് കരഞ്ഞ് വീഴൊക്കെ കയറി പോകേണ്ടതാ. പക്ഷെ എനിക്ക്
ഒട്ടും വിഷമം തോന്നിയില്ല. അപ്പൊ അവിടെ കൂടിയ ജനം മുഴുവൻ പറഞ്ഞു ചേച്ചിയുടെ കടയിൽ കയറിയ കാരണം, അല്ലെങ്കിൽ അവൻ ഇന്ന് ആരോഗ്യത്തോടെ ഇവിടുന്ന് പോകില്ല, എല്ലാവരും അടിച്ച് നിരപ്പാക്കിയാണ് അവനെ. അപ്പൊ ആൾക്കാർ ചൂടായപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല അവനെ തല്ലണ്ട, അവൻ കഞ്ചാവാ ബ്രദർ. എങ്കിലും ഞാൻ എന്തെനിക്കറിയില്ല, ഞാൻ ശക്തിയോടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ പറഞ്ഞു, ഇല്ല ഒന്നും ചെയ്യണ്ട, ദൈവം അതിലെന്തോ നന്മ കണ്ടിട്ടുണ്ട്, അതാണ് എനിക്ക് അങ്ങനെ വന്നത്, അതുകൊണ്ട് അവനെ തല്ലാതെ വിടാൻ പറഞ്ഞു. ഒരാളും അവനെ തല്ലിയുമില്ല, അവൻ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അവന് പോവാനും പറ്റി. പിന്നെ ഇനി കട നന്നാക്കണ കാര്യമൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തിട്ടില്ല, ഞാൻ വെറുതെ ഒരു പരാതി എഴുതി കൊടുത്തു. എല്ലാവരും എന്നോട് കേസാക്കാൻ പറഞ്ഞു, കൊല്ലാൻ കയറി എന്ന് പറയാൻ പറഞ്ഞു, പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ നന്നാക്കി തരാന്നാ പറഞ്ഞേക്കണേ. എന്താണോ ദൈവഹിതം നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എന്താണോ എന്നിൽ ചെയ്യാനോ അത് ചെയ്യട്ടെ എന്ന്. പൂട്ടാനാണെങ്കിൽ പൂട്ടും, എല്ലാവരും നന്നാക്കി തന്ന് അത് കൊണ്ടുപോകാനാണ് എന്റെ ദൈവത്തിന്റെ ഹിതമെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ബ്രദറിനും പ്രാർത്ഥിക്കുന്ന ദൈവം സൂക്ഷിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. കേട്ടതുപോലെ തന്നെ പിശാചിന്റെ ആഗ്രഹമാണ് അത് പൂട്ടിക്കും. എന്നാൽ ഇന്ന് കർത്താവ് ദൈവം നമ്മളെ ഇവിടെ ആരോഗ്യത്തോടെ നിർത്തി തകർന്നു പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ദൈവം പല വാഗ്ദത്തങ്ങൾക്കകത്തും നിർത്തിയിരിക്കുക. നമ്മുടെ നന്മ മുടക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഇന്ന് സിസ്റ്ററെ പറഞ്ഞോണം, ഞാൻ ആ ദേശത്ത് തന്നെ ഇന്ന് എവിടെയാണോ ആ തകർന്ന അവസ്ഥയിലൂടെ ഞാൻ പോയത്, അവിടെ തന്നെ ദൈവം എനിക്ക് ആയുസ് തന്നത്, ദൈവം എനിക്ക് ആരോഗ്യം തന്നത്, ഞാൻ അവിടെ തന്നെ നന്മ കാണുമെന്ന് തന്നെ പറഞ്ഞോണം. ദൈവത്തിന്റെ സാക്ഷിയായിട്ട് തന്നെ കർത്താവ് മാറ്റും കേട്ടോ. ദൈവം കൊടുത്ത അത്ഭുതത്തിന് നന്ദി. അന്ന് മരിച്ചു പോകേണ്ട സ്ഥാനത്ത് ദൈവം സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞു. എനിക്ക് എൻ്റെ നടുവിന് വേദന, ഹിപ്പ് തൊട്ട് കാൽപാദം വരെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം കഴിഞ്ഞ മാസം 2 മാസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. കഴിഞ്ഞ മാസത്തെ ആദ്യത്തെ ഡെലിവറി വയറിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ശരീരത്തിൽ വേദനയുള്ളവരൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഏമ്പക്കം പോലെ വന്നു. എനിക്കൊരു കയ്പുള്ളൊരു ദ്രാവകം വായിൽ വന്ന് ഞാനങ്ങ് തുപ്പിക്കളഞ്ഞു 2 പ്രാവശ്യം. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ ദിവസമായിട്ട് കുറേശ്ശായിട്ട് കുറഞ്ഞു വന്നിട്ട് തീർത്ത് മാറിയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഡെലിവറി ഇൻസ്പയറിൻ്റെ സമയത്ത് പറഞ്ഞിങ്ങനെ എനിക്ക് എവിടെയാണ് വേദന എന്ന് വെച്ചാൽ തൊട്ട് നോക്കിയാൽ അറിയത്തില്ല, ഭയങ്കര വേദന, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഇങ്ങനെ വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കാൻ വേദന കാരണം എന്നിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. ഒരു 5-10 മിനിറ്റ് നിന്നിട്ട് നടക്കാൻ പറ്റും. നടക്കുമ്പോൾ ചട്ടിയാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം ഡെലിവറി ഇൻസ്പയറിൻ്റെ സമയത്ത് ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേദന ഇല്ലായിരുന്നു. നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്, നിങ്ങൾ കേട്ടല്ലോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് വേദന ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വേദന തുടങ്ങി. അപ്പം അത് കുറച്ച് ദിവസം വീണ്ടും എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ കുറേശ്ശെയായിട്ട് കുറഞ്ഞ് ഇപ്പം എനിക്ക് ഒട്ടും വേദനയില്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അത്ര വേദനയായിരുന്നു. നടക്കാൻ പറ്റത്തില്ലായിരുന്നു. പള്ളിയിലൊക്കെ പോയി ഇരുന്നിട്ട് എനിക്ക് ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വേദനയില്ല. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇത് കർത്താവിന്റെ അത്ഭുതമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്ക് ഒരു രോഗം പ്രാർത്ഥിച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പിശാചിന്റെ തന്ത്രം ഞാൻ പറഞ്ഞു, പിന്നെയും രോഗമുണ്ടെന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷെ സഹോദരി എന്ത് ചെയ്തു? കർത്താവ് നടക്കുമ്പോൾ നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു, വയറുള്ളിൽ വലിക്കുന്നത് പോലെ ബുദ്ധിമുട്ടായിരുന്നു, അത്രത്തോളം വേദനയാൽ ഭാരപ്പെടുമായിരുന്നു. കർത്താവായ യേശു തൊട്ട്. പക്ഷേ ദൈവം സൗഖ്യമാക്കിയിട്ട് പിന്നെ അത് പൊങ്ങി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോണം? അത് പിശാച് പിന്നെയും നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കുവാണ്. ഇല്ല, രോഗം മാറിയിട്ടില്ല അവിടെ തന്നെ. പക്ഷെ സഹോദരി എന്ത് ചെയ്തു? അപ്പം തന്നെ പിന്നെയും വചനം പറഞ്ഞു, കർത്താവിന്റെ മുറിവ് എൻ്റെ സൗഖ്യമാണെന്ന് പറഞ്ഞു. ഇന്ന് പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ്. അതെന്ന് കർത്താവ് ശരീരത്തിൽ ചെയ്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ, പറഞ്ഞു. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. എനിക്ക് ഒരു 8 വർഷം മുന്നേ ഒരു സർജറി നടന്നായിരുന്നു. ഈ പിത്തസഞ്ചി എടുത്തതായിരുന്നു. അതിനുശേഷം എനിക്ക് ആ സൈഡ് എപ്പോഴും വേദനയാണ്. റൈറ്റ് സൈഡ് കിടന്നിട്ട് 8 വർഷമായി. ഞാൻ ഈ സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് കിടന്നിട്ടേ ഇല്ല. 2 പ്രാവശ്യം അൾട്രാസ്കാൻ എടുത്തു നോക്കി. അപ്പോൾ അവർ പ്രശ്നമൊന്നുമില്ല, ലിവർ ഫാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഫാറ്റി ലിവറാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, എനിക്ക് വലതുഭാഗം കിടക്കാനേ പറ്റില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ മാസം നോക്കിയ ഫുള്ള് വേദന, ഫുൾ ടൈമും വേദന.
പിന്നെ അപ്പോഴും ഞാൻ അൾട്രാസ്കാൻ എടുത്തപ്പോഴും പറഞ്ഞു അവർ ഈ ഫാറ്റി ലിവറാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അടി പിന്നെ ഒരാൾ സൗഖ്യം വന്നു എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആ വേദനയേ ഇല്ല. ഓ, ഇപ്പൊ ഏതായത് 8 വർഷമായിട്ട് വലതുവശത്ത് 8 കിടക്കാൻ വർഷം പറ്റുന്നില്ല, ഇപ്പൊ കിടക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഇപ്പൊ കിടക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ കേട്ട 8 വർഷമായിട്ട് വലതുവശം ചെരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. അതുപോലെ അതികഠിനമായ വേദനയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഫാറ്റി ലിവറിന്റെ ആയിരിക്കാം വേദന, പക്ഷെ വേദന മാറുന്നില്ല. പക്ഷെ കർത്താവിന്റെ വചനം അങ്ങോട്ട് ഏറ്റെടുത്തു. യേശുവിന്റെ പ്ലാൻ, ഞാൻ പറഞ്ഞില്ല, ജീവനും സമാധാനമാണ്. 8 വർഷമായിട്ട് നിങ്ങൾ ചോദിച്ചാൽ നമ്മളിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ, സഹോദരിക്ക് വലതുവശം കിടക്കുമ്പോൾ എത്ര ഉറക്കത്തിലാണെങ്കിലും ചാടി എണീക്കോ സിസ്റ്റർ തിരിഞ്ഞു മറിഞ്ഞു കിടന്നാൽ? ഞാൻ കിടക്കുന്നേ ഇല്ല, കിടക്കാൻ പറ്റില്ല എനിക്ക്. കണ്ടോ, ഇന്ന് കർത്താവ് തൊട്ടത് കൊണ്ടോ, യേശുവെ അങ്ങ് സ്പർശിച്ച കൃപയ്ക്ക് നന്ദി. 8 വർഷമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടിനെ, വേദനയെ യേശു എടുത്തു. ഗോഡ് ബ്ലസ് യു. ഇതെല്ലാവരും പറഞ്ഞു കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം നാട്ടിൽ സാക്ഷ്യം ഇത് പറയുകയും ചെയ്യണം. ഇതേപോലെ കിടക്കാൻ ഭാരപ്പെട്ടിരിക്കുന്ന അനേകർക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്കിത് പ്രതീക്ഷയാണ്, അത്ഭുതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്തോ പറഞ്ഞു. നിങ്ങൾ പറയാൻ വരുന്നവരെ മ്യൂട്ട് ചെയ്തത്. പറഞ്ഞു. അനേക നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. രാത്രി സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നലെ ബ്രദർ പറഞ്ഞില്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ടിന്നലെ 9:30 ആയപ്പോ നേരത്തെ ഇന്നലെ കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എൻ്റെ ആഗ്രഹം രാത്രിയിൽ എഴുന്നേറ്റിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഞാൻ ഇന്നലെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സമയം നോക്കിയപ്പോഴത്തേക്കും 1:45 സമയമായി. ആ സമയത്ത് തന്നെ എഴുന്നേറ്റിരുന്ന് 1 മണിക്കൂർ നേരത്തേക്ക് വചനം പറഞ്ഞ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചാണ് ദൈവം വലിയൊരു അനുഗ്രഹം ചെയ്തു. തീർച്ചയായിട്ടും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സൺഡേ മീറ്റിംഗ് നിങ്ങൾ കേടായിരിക്കും. അതിന്റെ 2 തുടർച്ച ഭാഗങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം 1-2 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഒരു കൺഫർമേഷൻ കൂടെ ഉണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഞാനത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ പറ്റുന്നില്ല, ജഡത്ത് നമ്മളെ പിടിച്ച് ഉറക്കാൻ നോക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നാളുകളായിട്ടുണ്ടായിരുന്ന ജഡത്തിന്റെ ബലഹീനതകളെ ദൈവം എടുത്തു മാറ്റി ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ശക്തി ശരീരത്തിലുണ്ടായി. 1 മണിക്കൂറോളം, അത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് എണീറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ കൃപ കൊടുത്തു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമം, അതൊരു വലിയൊരു പ്രാർത്ഥനയുടെ അഭിഷേകമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്തോ ബ്രദറെ, എനിക്ക് 2 മാസം മുമ്പ് എന്റെ ബ്ലഡ് പരിശോധിച്ചപ്പോ തൈറോയ്ഡ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തൈറോയ്ഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് മുതൽ കർത്താവിന്റെ തിരുമുറിൽ എനിക്ക് സൗഖ്യം വന്നതിനായി നന്ദി പറയുന്നു പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഇപ്പൊ 2 ദിവസം മുമ്പ് പോയി തൈറോയ്ഡ് നോക്കിയപ്പോ എനിക്ക് ഒട്ടും പോലും ഇല്ല. ഞാൻ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. നന്ദി കർത്താവേ. നന്മകൾ ചെയ്യുന്നു. നന്ദി പറയുന്നു. നന്ദി പരിശുദ്ധാത്മാവെ, അങ്ങ് തൊട്ട വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഇന്ന് കർത്താവ് ആ തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് ആദ്യം കാണിച്ചത് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം ടെസ്റ്റ് ചെയ്തു, അത് നോർമലിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഹലോ ബ്രദർ പറഞ്ഞു കീർത്തിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞില്ലേ, അത് തന്നെ ബ്രദർ 2 മാസം മുമ്പേ അവളുടെ കുടുംബജീവിതത്തെ പറ്റി ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രദർ ഇതേ സംഭവം തന്നെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്ന സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്, ബ്രദറല്ല, പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. ദൈവം നമ്മളെ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. ആ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. പറയണം, എന്റെ തലമുറയുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുന്നോളൂ കേട്ടോ. ഒരു സാക്ഷ്യം കൂടി പറയട്ടെ. ഞാൻ എന്റെ ഒരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ആ സ്ഥലം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അത് ഓക്കെ ആക്കി വെച്ചു ബ്രദർ. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രദറിന് ഒരു 4 ബെഡ്റൂമിന്റെ വീടിന് വേണ്ടിയിട്ട്. ഞാൻ ബ്രദർ പറഞ്ഞ പോലെ ദൈവമക്കൾക്ക് വരാനും പ്രാർത്ഥിക്കാനും ഒരു ഇടം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ബ്രദർ. അപ്പോൾ ഒരു ബ്രോക്കർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ 4 ബെഡ്റൂമിന്റെ ഒരു വീടുണ്ട്, അപ്പം തൽക്കാലം പകുതി പൈസ കൊടുത്താൽ ഞാൻ വാടക വീട്ടിലാണ് ബ്രദർ ഇപ്പൊ താമസിക്കുന്നത്.
അവിടുന്ന് നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്യാം, 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്നിട്ട് ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് ഇന്നലെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ബ്രദർ വീട് കുഴപ്പമില്ല, എറണാകുളത്താണ്. അപ്പൊ അത് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ സ്ഥലം ഇന്ന് കച്ചവടമായത്. ആ ഓ സ്ഥലം കച്ചവടമായി ബ്രദർ. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത് തന്നെ. ഈ ദൈവം 2 സ്ഥലത്തിന്റെ തടസ്സം നിൽക്കുമായിരുന്നു, വിറ്റ് പോകാതെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴും പറഞ്ഞ നിങ്ങൾ എപ്പോഴും വലുതായിട്ട് ചിന്തിക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് വീടല്ല വീടുകൾ തരും. സഹോദരി വിശ്വസിച്ച് 4 മുറിയുള്ള വീട് ഞാൻ എപ്പോഴും പറഞ്ഞ ദൈവമൊക്കെ വരാനും പ്രാർത്ഥിക്കാനും ദൈവത അഭിഷക്തന്മാർക്ക് വന്ന് ഒക്കെ വല്ലപ്പോഴും ദൈവ നിയോഗത്താൽ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനും എല്ലാം അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 4 ബെഡ്റൂം. അതുപോലെ തന്നെ അത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്ഥലത്തിന്റെ കാര്യത്തിൽ റെഡിയായി. ഇങ്ങോട്ട് ഓഫർ വന്നു നോക്കിക്കേ, പയ്യെ പൈസ കൊടുത്ത് തീർത്ത, അതായത് ആ പകുതി പൈസ ഇപ്പൊ കൊടുത്താൽ മതി. അവകാശങ്ങൾ നമുക്ക് വേണ്ടി ഫേവറുകളെ ദൈവം ഒരുക്കും. നിങ്ങൾ പറയാൻ തുടങ്ങണം, വിശ്വാസത്തെ പ്രഖ്യാപിക്കണം. തിന്മകളെ പറയരുത്, ഹൃദയത്തിന്റെ അകത്ത് വരുന്ന ഭയങ്ങളെ പറയരുത്. ദൈവം പറയുന്ന പരിശുദ്ധാത്മാവിലുള്ള വചനങ്ങളെ പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ 16-ാം തീയതി മീറ്റിങ്ങിന് ബ്രദർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. അനൂപ് എന്ന് പറഞ്ഞ മൂത്ത മകനുള്ള ഒരു മകന് വേണ്ടിയിട്ട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ മരുമകനാണ്. അവന്റെ പിറന്നാളും ബ്രദർ പറഞ്ഞത് ഒക്ടോബറിൽ തന്നെയാന്നാ പറഞ്ഞത്. അപ്പൊ ഒക്ടോബർ 4-ാം തീയതി ആയിരുന്നു അവന്റെ പിറന്നാള്. സ്വോത്രം, അവനെ ദൈവം കണ്ടതാ കേട്ടോ. ഇവന്റെ ജന്മദിനവും ഈ പേരും ഒക്കെ സിസ്റ്ററെ ഞങ്ങൾ വല്ലതും അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല ഇല്ല. ബ്രദറെ, ഇല്ല. എന്നാ യേശു അവനെ ഇടപെട്ടതാ കേട്ടോ. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അവൻ ദീർഘായുസോടെ കർത്താവിന്റെ പ്രവൃത്തി കാണും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ ബ്രദർ ഇപ്പം പ്രാർത്ഥിച്ചപ്പം ഞാനൊരു പ്രാർത്ഥന ഏറ്റെടുത്ത കാര്യം, എന്റെ മോള് UK പുള്ളിക്കാരി എന്റെ ഓപ്പറേഷന് വേണ്ടി എമർജൻസി വന്നത്. അവിടെ തലമുടി മുഴുവൻ ബാൾഡ് ആവുന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണ്. വളരെ പ്രയാസത്തിരിക്കുക. ബ്രദറിന്റെ പ്രാർത്ഥന ഞാൻ ഏറ്റെടുത്ത് മോളുടെ മേലുള്ള കൈ വെച്ചിട്ട് മോളുടെ പറയാൻ പറയണം, യേശുവിന്റെ ആ രോഗത്തിന്റെ പേര് പറഞ്ഞോണം. യേശു ഇന്ന രോഗം അനുഭവിച്ചു, ഞാൻ അനുഭവിക്കത്തില്ല. കർത്താവിന്റെ മുറിവ് എന്റെ ആരോഗ്യവും സൗഖ്യം. ഇത് തന്നെ മാത്രം പറഞ്ഞമെന്ന് പറ. ഡോക്ടറുടെ അടുക്ക പോയിട്ട് സാക്ഷ്യമായി മാറും കേട്ടോ. ഈ പറഞ്ഞ ഡോക്ടർ തന്നെ പറയും ആ രോഗം ഇല്ല എന്ന്. നമ്മൾ ഇത്രയും നേരം കേട്ടിരിക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് ബലം തരുന്ന കേട്ടോ. ഗോഡ് ബ്ലസ്. ഒരു പറഞ്ഞ 8 വർഷമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല വലതുവശത്ത്. അതേപോലെ ഇതൊക്കെ നിങ്ങൾ ഈ സാക്ഷ്യം എല്ലാവരും കേട്ടോണേ. ഞാൻ ഇതിന് ശേഷം സാക്ഷ്യം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ ആളുകൾ കുറവാണ് സാക്ഷ്യം കേൾക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വചനവും സാക്ഷ്യങ്ങളും നമ്മളെ സഹായിക്കും. കേൾക്കണം. ഇത് ദിവസവും സാക്ഷ്യം കേട്ടാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. കാര്യം സാക്ഷ്യത്തിന്റെയും വചനത്തിന്റെയും പ്രത്യേകത, വചനത്തെ ഉറപ്പിക്കേണ്ടതിനാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പൊ വചനത്തിന്റെ അകത്ത് തന്നെ ഉള്ളതാണ് അത്ഭുതം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്യണം. അവർ പരിഹസിക്കുമോ നിന്ദിക്കുമോ? പരിഹസിച്ചാൽ സന്തോഷം. നിങ്ങൾക്ക് ദൈവനാമ നിമിത്തം നിന്നയേറ്റാൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് യേശു പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അതൊരു ഭാഗ്യമാണ്. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. അവിടെ വന്ന ബ്രദറിനെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും സിസ്റ്റർ. UK നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ? UK നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ UK ഗ്രൂപ്പിന്റെ അകത്ത് എന്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. ഞാൻ എവിടെയാ പ്രയർ എന്നുള്ളത് അതിലേക്ക് വരാം കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഇന്നലെ ആ മോന്റെ ശ്വാസമുട്ടലിനോടനുബന്ധിച്ച് അത് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചെവിക്ക് വേദന ഉണ്ടായിരുന്നു. ബ്രദറിനോട് പറഞ്ഞായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ അവന് സൗഖ്യം ലഭിച്ചു. ഇന്ന് ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ചെവിക്കകത്ത് വേദനയുണ്ട്? ഇല്ല മമ്മി, പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അവനോട്, മോനെ യേശുപ്പച്ചന് സ്തോത്രം പറഞ്ഞു, സൗഖ്യം നന്ദി പറയാനും പറഞ്ഞു. ഓ നന്ദി കർത്താവ്. എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് അവനെ ചെവിയുടെ ബുദ്ധിമുട്ട് വരുന്നായിരുന്നല്ലേ? ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അവൻ പറയത്തില്ലായിരുന്നു. ഓ കർത്താവ്, ഇന്ന് അവന്റെ ചെവിയെ തൊട്ടതിന് നന്ദി.
ഭജനത്തിന് പറഞ്ഞ പോലെ കൂടൻ കാണും ചെകിടൻ കേൾക്കും മൂപ്പർ സംസാരിക്കും. നമ്മുടെ അവയവങ്ങളെ എപ്പോഴും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ഇത് യേശുവിന്റെ ശരീരമാണ്. ലോകരാജ്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാകേണ്ടതാണ്. കർത്താവ് അനുഗ്രഹിക്കൽ കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആ 3-4 പറഞ്ഞു. മാസം മുൻപ് ബ്രദർ ഒരു പ്രവചനം പറഞ്ഞിരുന്നു. തടസ്സമുള്ള ഒരു പാസ്പോർട്ട് കാണിക്കുന്നു, അത് ആരുടെ ആണെങ്കിലും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അത് എന്റെ പാസ്പോർട്ടാണെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പോൾ എനിക്കൊരു പുതിയ പാസ്പോർട്ട് എടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് 1000 സ്തുതി അർപ്പിക്കുന്നു. എന്നാ തടസ്സങ്ങൾ നീ സിസ്റ്റർ യാത്രയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. കൈവച്ച് പറഞ്ഞോണം, ദൈവത്താൽ ഞാനൊരു യാത്ര അയക്കപ്പെടും, അതൊരു നന്മയായിട്ട് എനിക്ക് മാറും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. പറഞ്ഞു പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു ഹലോ, പറയട്ടെ ബ്രദർ? പറഞ്ഞു. നമ്മളെ ഒരു 10 ദിവസം മുമ്പ് നമ്മുടെ റിലേഷനാണേ, അവരിതേപോലെ ഈ കടയും താഴെ മുകളിൽ 2 റൂമും താഴെ 2 റൂമും പൊളിച്ചു പണിയണം എന്നൊക്കെ പറഞ്ഞ് ബാങ്കിൽ അപേക്ഷ കൊടുത്തു. പക്ഷെ ആദ്യം അവർ ക്യാൻസലാക്കി. പിന്നെ അവർ എഞ്ചിനീയറിനൊക്കെ വന്ന് നോക്കി, പ്ലാനൊക്കെ നോക്കിയപ്പോൾ റോഡ് സൈഡിലാണ്. അപ്പോൾ ഇത്ര സെന്റിമീറ്റർ വിട്ടിട്ട് വേണം കെട്ടാനെ പറഞ്ഞപ്പോൾ ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ഓക്കെ തരാമെന്ന് പറഞ്ഞു. അവരെല്ലാം നല്ല സന്തോഷത്തിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ പോയി ചോദിച്ചപ്പോൾ അത് അങ്ങനെ നീണ്ടുപോയി, പിന്നെ അതില്ല എന്ന് പറഞ്ഞു. ഈ വ്യക്തി ഒരുപാട് ഭാരപ്പെട്ടു, ടെൻഷനായ, വീട്ടിലേക്കൊക്കെ വരാണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, അവർ ആ ടെൻഷനിൽ നമ്മൾ വീട്ടിലെല്ലാവരും അവർ ആശ്വാസത്തോടുകൂടി സമാധാനത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ടെൻഷൻ അവിടെ സഹായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ടെൻഷൻ. എഞ്ചിനീയറും ഒന്നും സംസാരിച്ചില്ല, ബാങ്ക് മാനേജരും അത് തള്ളിക്കളഞ്ഞു. അപ്പം ഞാൻ അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, അടുത്ത ആഴ്ച നല്ലൊരു സന്തോഷം ഉണ്ടാവും. അപ്പം കട്ടായിപ്പോൾ സിസ്റ്റർ കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നില്ല. അടുത്താള് പറയട്ടെ. ബിസിനസ് തുടങ്ങണം പറഞ്ഞിട്ടുണ്ട്, അതും എത്രയും പെട്ടെന്ന് തുടങ്ങാനും നടക്കും പറഞ്ഞാണ്. ഇതിലൊരു അനുഗ്രഹം അവിടെ നടന്നിരിക്കും പറഞ്ഞാണ്. ബാങ്ക് മാനേജർ ലോണൊക്കെ തരും, പണി തുടങ്ങുന്നും പറഞ്ഞാണ് ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് അത് ഒരുപാട് സാക്ഷിയാക്കി മാറ്റും. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും. ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിച്ചോണം. കർത്താവ് കുടുംബത്തിന്റെ മേൽ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഫസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. എൻ്റെ മോന് 36 വയസ്സായി, ഇതുവരെ വിവാഹം കഴിഞ്ഞില്ല. ഞങ്ങളൊരു വീട് സ്ഥലം എടുക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഇപ്പൊ ജസ്റ്റ് പൈസ ഒന്നും, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് ഞങ്ങൾ 10-20 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പൊ ഈ 2 കാര്യം പ്രാർത്ഥിക്കാൻ, പിള്ളേർക്ക് പപ്പയില്ല, ഞങ്ങളെ വിട്ട്. സിസ്റ്റർ അത് ഏറ്റു പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുതമാക്കി പറ്റും. നമ്മൾ കുറച്ചു മുമ്പ് കേട്ട സഹോദരിയെ പോലെ എത്ര മുറി നിങ്ങൾ വേണമെന്ന് ഇപ്പൊ തന്നെ തീരുമാനിച്ച് പറഞ്ഞോണം. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിന് നന്ദി, കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. ആ വചനം എഴുതി വെച്ചോണം. ആവർത്തന പുസ്തകത്തിന് ഒരു വാക്യണക്ക്, വീടല്ല ഞാൻ വീടുകളെ തരുമെന്നുള്ള വചനം എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞോണം. അതിനുവേണ്ടിയുള്ള സാമ്പത്തികം എല്ലാം വചനത്താൽ ഒരുങ്ങും. കർത്താവിന്റെ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് ഓൺലൈൻ പ്രേയറിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വേണമെങ്കിൽ ലെഫ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണെങ്കിൽ. ഇല്ലേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇരിക്കാം. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഒരു സാക്ഷ്യമുണ്ട് ബ്രദർ, പറയട്ടെ? പെട്ടെന്ന് പറഞ്ഞോണേ. ഒരു സെക്കൻഡ്. മധ്യപ്രദേശിലെ രമ അന്ന് വാൾവൊക്കെ മാറ്റി വെച്ചു പറഞ്ഞില്ലേ? അവർക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. അവർ ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരുന്നേ ഇല്ല. അപ്പൊ യൂറിൻ ഇൻഫെക്ഷൻ ആണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം പറഞ്ഞു ശേഷം മാറി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു പറഞ്ഞു ബ്രദർ. നന്ദി കർത്താവ്, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ സാക്ഷ്യത്തിന് നന്ദി കേട്ടോ. കർത്താവ് ഇടപെട്ട എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാൻ വേണ്ടിയാണ് മൈക്ക് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്. ബ്രദറെ, എനിക്ക് ഈ സൂമിന്റെ മീറ്റിംഗിലായിട്ട് ഒരു മെസ്സേജ് ഒന്നും വരില്ല. യൂട്യൂബിലാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അത് സൂമിന്റെ സൂമിന്റെ മീറ്റിംഗിൽ മെസ്സേജ് വരുന്നില്ല.
സൂമിന്റെ ലിങ്ക് നമ്മൾ എനിക്ക് ഗ്രൂപ്പിലാണ് നമ്മളിപ്പോൾ ഇടുന്നത്. സൂമിന്റെ ലിങ്കുകൾ. അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ ഏത് ഗ്രൂപ്പിലും 3 ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പിന്റെ ഒരു വാട്സാപ്പ് ചാനലുണ്ട്, അതിലാണെങ്കിലും ജോയിൻ ചെയ്താൽ മതി. ഇപ്പം അതിലാണ് ലിങ്കുകളെല്ലാം വരുന്നത്. കാര്യം പേഴ്സണലി നമ്മളിപ്പം അയക്കുന്ന ഇത്രയും ആൾക്കാർക്ക് അയക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഗ്രൂപ്പിലുണ്ട് കേട്ടോ, ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ടേ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദർ, എന്റെ മകന്റെ പേര് അനൂപെന്ന്. ഒക്ടോബർ മാസത്തിലാണ് ജനിച്ചത്. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ? തീർച്ചയായിട്ടും സ്ട്രൈറ്റ് എടുത്ത് പ്രാർത്ഥിച്ചോട്ടെ. ഒരേ ആലോചന, ഒരേപോലെ വിടുന്നെങ്കിൽ ഉറപ്പിച്ചോണം. ഒരേ വിഷയത്തെ ദൈവം തൊടുന്നതാണ്. ഗോഡ് ബ്ലസ് യു. ബ്രദർ, ഞാൻ എൻ്റെ നീ റീപ്ലേസ്മെന്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ നടന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ MRS എന്നും പറഞ്ഞൊരു ഇൻഫെക്ഷൻ എന്നെ പിടിച്ചിരിക്കുന്നു. കൾച്ചർ ചെയ്തപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രയാസമുണ്ട്, എന്നാലും ഞാൻ പൂർണ്ണമായി സിസ്റ്റർ വിശ്വസിക്കുന്നു. കൈവച്ച് പറഞ്ഞോണം. എന്റെ സകല ഇൻഫെക്ഷനുകളെയും യേശു കർത്താവ് ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യവും സൗഖ്യമുണ്ട്. ഞാൻ ജീവനോടെ ഇരുന്ന കർത്താവിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും തന്നെ പറഞ്ഞു. ദൈവത്തിന്റെ സാക്ഷ്യമായിട്ട് തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയങ്ങളാണല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്നവർ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, മറ്റ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഷെയർ ചെയ്യണമേ. എന്തിനാ ഷെയർ ചെയ്യുന്നറിയാവോ? ഈ കൊടുക്കുന്നത് സുവിശേഷം കൊടുക്കുവാണ്. സുവിശേഷം നിങ്ങൾ കേട്ടല്ലോ, വചനം, ആലോചന, സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, ഇതൊക്കെയും യേശുക്രിസ്തു പ്രവർത്തിക്കുന്നതാണ്. ഇത് തകർന്ന ഭവനങ്ങൾ, നമുക്ക് ദൈവം തന്ന നിയോഗമാണ്. തകർന്ന ഭവനങ്ങളെ വിടുവിക്കണം, ബന്ധിതരെ മോചിപ്പിക്കണം, പീഡിതരെ വിടുവിച്ചയക്കണം, ദൈവത്തിന്റെ പ്രസാദ വർഷം അറിയിക്കണം. ഇതൊരു കർത്താവിലുള്ള അവസരമാണ്. ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർ ഇത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ അവർ തകർന്ന അവസ്ഥയിൽ നിന്നും, രോഗത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും യേശു അവരെ തൊടും. നിങ്ങളൊരു മുഖാന്തരമാകും. പ്രതിഫലം ഉണ്ട് നിശ്ചയം. ഗോഡ് ബ്ലസ് യു പ്രിയരെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കള് ഇപ്പൊ തന്നെ കർത്താവെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ ആ നന്മയ്ക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് മടി കൂടാതെ കർത്താവിനെ ഇന്ന് സ്തുതിക്കാം. മടി കൂടാതെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് ലൈവിൽ കാണുന്നവരെ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, അങ്ങ് ഓരോ മക്കളെ ഒന്ന് അനുഗ്രഹിക്കുന്നല്ലോ. അവരുടെ ജീവിതത്തിന്റെ അകത്ത് അവർ അതിരുകളെ അങ്ങ് വിസ്താരമാക്കുന്നല്ലോ. അവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. എല്ലാ നിരാശയിൽ നിന്നും കർത്താവ് ഇന്ന് അവരെ അങ്ങ് വിടിവിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. കർത്താവ്, ഞങ്ങൾ തോറ്റു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ അങ്ങ് അവരെ തൊടുന്നല്ലോ, അങ്ങ് അവരെ വിടിവിക്കുന്നല്ലോ, അങ്ങ് അവരെ സാക്ഷ്യമാക്കുന്നല്ലോ. സകല വിഷയത്തിന്റെ മേലും കർത്താവ് അങ്ങ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതിന് നന്ദി.